Yes, once again, welcome back everyone. ഇന്ന് മാസ്റ്റർ മൈൻഡ്ഫുൾ മാസ്റ്റർ പീസിന്റെ ഡേ ടൂയിലേക്ക് എല്ലാവരും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് എങ്ങനെ നമുക്ക് നമ്മളെ ഉള്ളിൽ നിന്നും വേണ്ടാത്തതിനെ ഒഴിവാക്കാം, നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മാറ്റം എങ്ങനെ നമ്മളിൽ കൊണ്ടുവരാം എന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന ടോപ്പിക് ലൈഫിനെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താം. എങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട്. 8 തലങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും ലൈഫ് കടന്നു പോകുന്നത്. ഈ 8 തലങ്ങൾ നമ്മൾ ബാലൻസ്ഡ് ആയില്ല എങ്കിൽ ലൈഫിൽ സക്സസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിയേഴ്സ്, നമ്മൾ പറഞ്ഞു വന്നു നമ്മളോട് കൂടെ ഈ ദിവസങ്ങളിൽ ഒരു പ്ലാന്റ് കൂടെ ഗ്രോ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഗ്ലാസ് ബോട്ടിൽ ഓർ ഗ്ലാസ് ജാർ എടുത്ത് അതിന് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്ലാന്റിനെ, വെള്ളത്തിൽ വളരുന്ന ഒരു പ്ലാന്റിനെ അതിലേക്ക് കട്ട് ചെയ്ത് വെക്കുന്നു. ആ പ്ലാന്റിനെ ഡെയിലി നിങ്ങൾ കെയർ ചെയ്ത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന ഭാഗത്ത് തന്നെ അത് വെക്കുക. എന്നിട്ട് ഓരോ ദിവസം നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് സമയം പറ്റുമെങ്കിൽ നിങ്ങൾ ആ പ്ലാന്റിനോട് നിങ്ങൾ ആ പ്ലാന്റിനെ ഒരു ലവറിനെ പോലെ, നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളെ പോലെ കാണാം. എന്നിട്ട് അതിനോട് കുറച്ച് സമയം സംസാരിക്കാം. നിങ്ങൾക്ക് പറയാനുള്ള സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, സന്തോഷങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ ആ പ്ലാന്റ് നിങ്ങളുടെ ഒരു ആത്മമിത്രമാക്കി നിങ്ങൾ അതിനെ മാറ്റാം. റെഡി? യെസ്. ഓക്കെ, അപ്പൊ അത് ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നൻസീറ, വർക്ക് കഴിഞ്ഞെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിരിക്കാം. ഇന്ന് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ലൈഫിൽ ഹാപ്പിയാണോ? ഹാപ്പിയാണോ എന്നതാണ് ചോദ്യം. കയ്യിൽ ബുക്കും പെന്നും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, അതെടുക്കുക. എന്നിട്ട് എഴുതുക എസ് ഓർ നോ. അതിന്റെ കൂടെ നിങ്ങൾക്ക് 100% ആണ് നമ്മൾ തരുന്നത്. 100%-ൽ നിങ്ങൾ എത്ര ശതമാനം സന്തോഷത്തിലാണ്? 100%-ൽ നിങ്ങളുടെ ഹാപ്പിനെസ് ഒരു വീക്ക് തരാം, ഒരാഴ്ചത്തെ സമയം തരാം. ഒരാഴ്ച കഴിഞ്ഞ 1 വീക്കില് 100%-ൽ നിങ്ങളെ ഹാപ്പിനെസ്സിനെ എത്രയായി കണക്കാക്കാം? എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും? യെസ്, ഹാപ്പിനെസ് എന്ന് എഴുതാം. അതിന്റെ നേരെ എത്ര പെർസെന്റേജ് എന്ന് കൊടുക്കാം. 100-ലാണ്. കൊടുത്തോ? ഹാപ്പിനെസ് കണക്കാക്കിയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം, ആത്മവിശ്വാസം എന്ന് പറയും. ഈ കോൺഫിഡൻസിന് 100%-ൽ നിങ്ങൾക്ക് എത്ര കണക്കാക്കാം? ആലോചിച്ച് സത്യസന്ധമായിട്ട് തന്നെ ആൻസർ എഴുതുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തില്, നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിയില് നമുക്ക് വിശ്വാസം ഉണ്ടോ? നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളില് അതിലൊക്കെ നമുക്കുള്ള വിശ്വാസം എത്രയാണ്?
ഓക്കെ, 100-ൽ 100% ഉണ്ടോ? ഉം. ഇത് ഉം? പറയൂ, കേൾക്കട്ടെ. വീണ? ഇല്ല. ഇല്ല. റാഷിഫ? ഇല്ല. ഇല്ല. നൻസിറ? 100% ഇല്ല. എനിക്ക് ദൈവത്തിലുള്ള പടച്ചവനുള്ള വിശ്വാസം അത് 100% ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും അവിടെ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. ഓക്കെ. ഉഷ മാം? എനിക്ക് അതുപോലെ തന്നെ ഓക്കെ, വിശ്വാസം മാത്രം ഉണ്ട്. ബാക്കിയൊക്കെ വിശ്വാസമുണ്ട്, ബാക്കിയില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഈ ഹാപ്പിനെസ്സിനെ ഇതിനൊക്കെ 100%ലേക്ക് എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യനും കൂടെ, എന്താണ് നിങ്ങളെ ലക്ഷ്യം? നിങ്ങളെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയായി ജീവിക്കുന്നത്? പറയണോ മാം? അതോ എഴുതണോ? എഴുതി എഴുതല്ലേ മാം? എഴുത്. ഹായ് മോസി, വീഡിയോ ഓൺ ആക്കി വരൂ. ഞാനിപ്പോ ഓണാക്കി വരാൻ പുറത്തായിരുന്നു, ഇപ്പൊ വന്ന് കേറിയത്. ഓക്കെ. അതെങ്ങനെ രണ്ട് നല്ല ഇതാണ് ഞാൻ പറയുന്നത്, ഇതാണ് ഞാൻ പറയുന്നത്. എഴുതിയോ? ലക്ഷ്യം കുറെ എഴുതാനുണ്ടെന്ന് തോന്നുന്നു. വീണ, എന്താ പറയാൻ പറ്റുമോ? ഞാൻ എഴുതി കഴിഞ്ഞു. പറയാൻ പറ്റുമോ എന്താന്ന്? പറയാം. ഓക്കെ. എന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് എനിക്ക് ചുറ്റിനുള്ളവർ എപ്പോഴും സന്തോഷത്തിലായിരിക്കണം. ഇപ്പം നമ്മൾക്ക് ഇപ്പം ഞാൻ കാരണം എനിക്ക് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയണം. എന്റെ ഹസ്ബൻഡ് ആവാം, എന്റെ ഫാമിലി ആവാം, എല്ലാവരും. അടിപൊളി. നല്ല ഡിസിഷൻ, നല്ല നല്ല ലക്ഷ്യം. അത് അങ്ങനെ തന്നെ സഫലമാകട്ടെ. റാഷിഫ കേട്ടോ? റാഷിഫ വീണയുടെ എനിക്കുള്ളത് ലക്ഷ്യം കേട്ടോ? ഫസ്റ്റില് റാഷിഫ വീണയുടെ ലക്ഷ്യം കേട്ടോ? എനിക്ക് എല്ലാവർക്കും ഒരു കൈത്താങ്ങാവണം. അതെ അതെ, എല്ലാവർക്കും ഒരു കൈത്താങ് ആവണം അല്ലെ. മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമായിട്ട് മാറരുത് അല്ലെ. നമ്മളെ കൊണ്ട് സന്തോഷം കണ്ടെത്താൻ എങ്ങനെ ഇന്ന് നമ്മളിപ്പോ ഹസ്ബൻഡിനായിക്കോട്ടെ, 1 രൂപയെങ്കിലും, ഇനിയിപ്പോ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ സ്നേഹം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങായി മാറുക എന്ന് പറയുമ്പോ നമ്മൾ വിളിക്കണം അല്ലെ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഞാൻ അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, എന്താ ഒന്ന് അഭിപ്രായം പറയോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളെ വിട്ട് അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? എന്ത് നമ്മൾ വേണം വിന? ശരിയാവണം. നമ്മൾ ഫസ്റ്റ് ശരിയാവണം. നമ്മൾ ശരിയാവണം. നമ്മൾ ശരിയാവണം. ദാറ്റ് ഇസ് ദ പോയിന്റ്. നമ്മളിൽ ആ മാറ്റം എന്താന്ന് ഉണ്ടെങ്കിൽ വെച്ചാൽ എന്റെ മാത്രമേ. അനുഭവം കൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങില് എന്റെ ഹസ്ബൻഡ് നല്ല പ്യുവർ മൈൻഡഡ്, എനിക്കറിയാം, നല്ലൊരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ നമുക്കൊരു പൊസസീവ്നെസ് ഉണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്റെ ലൈഫിൽ എനിക്ക് അറിയാം, ഞാൻ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് ആളെ. മീൻസ്
ഒന്നുമില്ല. എന്റെ ചിന്ത എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഒരു ധാരണ വന്നു. പക്ഷെ ആൾക്ക് അങ്ങനെ തന്നെ പേഴ്സിസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്റെ തോട്ടിലുള്ള വ്യത്യാസമായിരുന്നു അത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ലൈഫിൽ എനിക്ക് തന്നെ തോന്നി അത് ഡൗൺ ആയി പോകുന്ന പോലെ തോന്നി. അങ്ങനെയാണ് എനിക്കൊരു പിടിവള്ളിയായിട്ട് എനിക്ക് EFT കിട്ടി. പിന്നെ ഞാൻ എന്നെ തന്നെ എനിക്ക് എന്നെ തന്നെ ഒരു പ്യുവർ ആക്കി എടുക്കണം. അതാണ് എന്റെ ലക്ഷ്യം. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ നന്നായ എന്റെ ചുറ്റിനുള്ളവർ എപ്പോഴും നല്ലതാവും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് അപ്പം എങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്നിലെ അതിൽ നിന്ന് ചേഞ്ച് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം എന്താ ചെയ്തത്? ഒന്നുമില്ല. ഞാനിങ്ങനെ സാറിന്റെ ഫിക്സറിന്റെ വീഡിയോ അങ്ങനെ ഫസ്റ്റ് ടൈം അങ്ങനെ കേട്ടു. പിന്നെ ഞാൻ എന്നെ തന്നെ ഒരു ഇതിലേക്കാക്കി. മീൻസ് അങ്ങനെ നമുക്കിങ്ങനെ ഒരു പ്രചോദനം കിട്ടുമല്ലോ. അങ്ങനെ ഒരു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെയാണ് പ്രോബ്ലം, ഞാനാണ് മാറേണ്ടത്. ആ മാറ്റം നമ്മളിൽ കൊണ്ടുവരുമ്പോ കൂടെയുള്ള ഹസ്ബൻഡിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അവര് അതിനനുസരിച്ച് മാറ്റമുണ്ട്. സപ്പോർട്ടീവ് ആണ് അല്ലേ? നല്ല അതെ രീതിയിൽ. അതെ. ഞാൻ ഇത് ചോദിച്ചത് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ആ, നമ്മളിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത് പ്രിയരെ. മറ്റുള്ളവരിലൊക്കെ നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടെത്തും. പക്ഷെ നമ്മളിൽ ആ മാറ്റം ഉണ്ടാക്കിയെടുത്താലേ ഉള്ളൂ ബാക്കിയുള്ളവർ നമ്മളെ കൂടെ നിൽക്കുക. അതാ നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുമ്പോ അതേ സംഭവിക്കൂ എന്നുള്ള യാതൊരു സംശയമില്ല. അല്ലേ വീന? അതെ അതെ സത്യം. അതെ. കാരണം യെസ്. നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ് പ്രഷ്യസ് ആയിട്ടുള്ളത്. അത് നമ്മളത് കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും. ഇന്ന് റിച്ച് ഡാഡ് പുവർ ഡാഡിന്റെ വോയിസ് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ അതിൽ ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ₹1 നാണയം നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളെ ധനികനാക്കണോ ദരിദ്രനാക്കണോ എന്ന് തീരുമാനിക്കണം. അതല്ലെങ്കിൽ ഇടത്തരക്കാരനാക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ആ ₹1 വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ധനികനാവാം, അതല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദരിദ്രനാവാം, അതല്ലെങ്കിൽ ഒരു ഇടത്തരക്കാരനായി ജീവിക്കാം. ആ ചിന്താഗതി കൊണ്ടുവരേണ്ടത് ആരാണ്? അത് നമ്മളാണെന്നാണ്. അപ്പൊ നമുക്കേ നമ്മളെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. സോ ചേഞ്ച് വരണ്ടേ ഉള്ളിൽ വരണം. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ എല്ലാവരും ലക്ഷ്യങ്ങളൊക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സ്റ്റോറി പറയാം. ഒരു ശക്തനായ ഒരു കുതിര, ഭയങ്കര ശക്തനായിട്ടുള്ള ഒരു കുതിര, നല്ല പവർഫുൾ ആണ്. ഈ കുതിര ഒരു കുതിരവണ്ടിയിൽ പോവുകയാണ്. കുതിരവണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തോ? ഇല്ലല്ലോ. ഇല്ലില്ല. ഇല്ല. കേട്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ഈ കുതിര നല്ല പവർഫുൾ ആണ്, നല്ല ഭംഗിയുള്ള, നല്ല മിടുക്കനായ ഒരു കുതിരയാണ്. ആ കുതിരേനെ ഒരു കുതിര വണ്ടിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കുതിരവണ്ടിക്ക് എന്തുണ്ടാവും? വണ്ടിയായി കഴിയുമ്പോൾ അതിന് ചക്രം ഉണ്ടാവും. 2 ചക്രമുണ്ട്. ഈ ചക്രത്തിലാണ് ഈ വണ്ടി പോകുന്നത് അല്ലേ? കണ്ടിട്ടില്ലേ? കുതിരവണ്ടി കണ്ടി നല്ല പവർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ചക്രത്തിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. എന്താ സംഭവിക്കുക? ബാലൻസ് പോകും. ബാലൻസ് പോകും. അത് അവിടെ സ്റ്റെക്ക് അല്ലെ? കുതിര എത്ര പവർഫുൾ ആണെങ്കിൽ പോലും അതിനങ്ങ് വലിച്ചു കൊണ്ടുപോകാൻ കഴിയൂല. അതവിടെ സ്റ്റെക്കായി പോകും. ഇതുപോലെ തന്നെയാണ് നമ്മളെ ലൈഫിന് ഒരു ചക്രമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ ചക്രത്തിന്റെ ഒരു ഭാഗം മിസ്സായി കഴിഞ്ഞാല് അതിന്റെ ബാലൻസ് പോകും. ഒരു ഭാഗം മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് പോകും. അത് സ്മൂത്ത് ആയിട്ട് മുന്നോട്ടേക്ക് പോകില്ല. ലൈഫ് എന്ന ആ ചക്രം അത് സ്മൂത്തായി പോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഭാഗവും ഒരേപോലെ ആയെങ്കിലാണ് അത് ഉരുളുക, ഭംഗിയായിട്ട് ഉരുളുക. അപ്പൊ എവിടേക്കോ നമ്മളെ ലൈഫിൽ എവിടേക്കോ ഒരു മിസ്സിംഗ് ഉണ്ട്. ആ മിസ്സിംഗ് നികത്തി കഴിയുമ്പോഴാണ് സ്മൂത്ത് ആയിട്ട് ലൈഫ് മുന്നോട്ട് പോവാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കില് ഒരു പ്ലസ് വരയ്ക്കുക. പ്ലസ് പ്ലസ് കുറച്ച് വലുതാക്കി വരച്ചു കേട്ടോ. ഒരു പ്ലസ് വരയ്ക്കുക. ഓക്കെ.
പ്ലസ് വരച്ചല്ലോ. ഇനി ഇതിനെ നമ്മൾ ഒരു ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഓക്കെ, ചെയ്തല്ലോ. ഇനി ഇവിടെ ഈ മുകളില് ഇത് SP എന്ന് വെച്ചാല് സ്പിരിച്വൽ ഗോൾ. കരിയർ, കരിയർ. 6 റിലേഷൻഷിപ്പ്. 7 വെൽത്ത്. 8 ഹെൽത്ത്. 9 മെന്റൽ. I ഇന്റലക്ച്വൽ. S സോഷ്യൽ. SP CRWHMIS. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ SP എന്ന് പറയുമ്പോൾ ഞാൻ ഓരോന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. SP എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ഗോൾ ആണ്. സ്പിരിച്വൽ ഗോൾ എന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ലൈഫില് സ്പിരിച്വൽ പ്രാർത്ഥനയും നിസ്കാരവും അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ സ്പിരിച്വലി കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇപ്പം നമ്മൾ അടുത്തൊരാള് വിശന്ന് കരയുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു വീട്ടുകാര് നമ്മളെ അടുത്തുണ്ട്. നമ്മൾ അവരെ മൈൻഡ് ആക്കുന്ന പോലുമില്ല. നമ്മളെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആണോ? ആണോ? ഒരിക്കലും അല്ല. അല്ല. അല്ലേ? അടുത്തിരിക്കുന്നവന് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് റസൂല് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഇതുപോലെ നമ്മൾ എല്ലാ കാര്യത്തിലും ആ ഒരു സ്പിരിച്വലി കണക്റ്റഡ് കരയുന്നവനെ കണ്ണുനീര് തുടക്കാനും, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ അകറ്റാനും, വിഷമിക്കുന്നവന്റെ സങ്കടം നീക്കാനും ഒക്കെ നമ്മൾ പ്രാപ്തരായിരിക്കണം. അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മളെ ഭാഗത്ത് ഒരു ഫാദർ ഇല്ലാത്ത മക്കളുണ്ട്, അനാഥരായ മക്കളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സമൂഹത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സർവീസ് മെന്റാലിറ്റിയിൽ ചെയ്യുന്നുണ്ട്, അതെല്ലാം സ്പിരിച്വലി കണക്റ്റഡ് ആണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും 5 നേരം നമസ്കരിക്കുന്നതുകൊണ്ടും ഒക്കെ അത് സ്വീകരിക്കുള്ളൂ, അല്ലെ? അതൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബാക്കി കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അതിനത്ര ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലാണ് സ്പിരിച്വലി നമ്മൾ ഹാപ്പി ആവുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയല്ലേ? അഭിപ്രായം ഷെയർ ചെയ്യും.
അതെ. അങ്ങനെ അപ്പൊ ഇതിൽ തന്നെയാണ് നമ്മള് തീർച്ചയായിട്ടും. 10%, ഒരു ലൈൻ എന്ന് പറയുന്നത് 10% കേട്ടോ. അപ്പൊ ഈ 10ൽ നിങ്ങൾ എത്ര ശതമാനം ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്? ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ 10ൽ 10 കൊടുക്കാം. ഇല്ല, കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അത്യാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ 1 to 10 വരെ നിങ്ങൾക്ക് അതിൽ ലൈൻ ഇടുക കേട്ടോ. ആ ലൈന്, നമ്മളെ ലൈനില്ലേ, സ്പിരിച്വൽ എന്നുള്ള ലൈനിൽ ഒരു മാർക്ക് കൊടുക്കുക, ഒരു കുത്ത് കൊടുക്കുക. അപ്പോ ഇത് സ്പിരിച്വൽ ആണെങ്കിൽ ഇതിലിപ്പം ഞാൻ 9% ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു, 8% ആണെങ്കിൽ ഇവിടെ, അല്ലെ, അങ്ങനെ നേരെ താഴേക്ക് താഴേക്ക് എവിടെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു ലൈൻ, ഇങ്ങനെ ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു ലൈൻ കൊടുക്കുക. ഓക്കെ. ദെൻ അടുത്തത് വരുന്നത് കരിയർ ആണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? കരിയറിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? എന്തെങ്കിലും Yes. കാര്യങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കരിയറിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 10% കൊടുക്കാം, കുറവാണെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ഹസ്ബൻഡും ആയിട്ടുള്ള, നിങ്ങളുടെ ഫാമിലിയും ആയിട്ടുള്ള, നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ടുള്ള, നിങ്ങളുടെ നൈബേഴ്സും ആയിട്ടുള്ള, സമൂഹമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും വഴക്ക് കൂടാനാണോ വരുന്നത്? എല്ലാവരും നിങ്ങളോട് ദേഷ്യപ്പെടാനാണോ വരുന്നത്? അതോ എല്ലാവരും നിങ്ങളോട് ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ടോ? ഹാപ്പിയാണ് എങ്കിൽ നിങ്ങൾക്ക് 10% കൊടുക്കാം, അതല്ല എങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ലെവൽ ചെയ്യാം. നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതും അതിൽ ബാധകമാണ്. നിങ്ങൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മളിൽ തന്നെയാണ്. Then next one, വെൽത്ത് ആണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോ നിങ്ങളെ കയ്യിലുള്ള സമ്പാദ്യം, അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ അത് തികയുന്നുണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ളവർ ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പണം വേണം, അപ്പൊ അതിന് നിങ്ങൾക്ക് ഉണ്ടോ? എന്തിനും ഏതിനും നിങ്ങൾ ആവശ്യങ്ങൾക്ക് നിങ്ങളെ വെൽത്ത് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ 10%, അതല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ലെവൽ ചെയ്യാം. നെക്സ്റ്റ് ഹെൽത്ത് ആണ്. നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയാണ്? ഹെൽത്തിനെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ആരോഗ്യത്തില് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അസുഖങ്ങളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ 10%, അതല്ല എങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിവികാസത്തിന്, മാനസിക ബുദ്ധി വികാസത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് എന്തെല്ലാം ഉൾപ്പെടുത്താം? മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, ഇന്റലക്ച്വൽ ആയിട്ട് പുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ടോ? പുതിയ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോളേജ് ലെവലിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? മെന്റലി വരുമ്പോ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ മൈൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ബ്രീത്ത് എക്സസൈസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ മെന്റലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇന്റലക്ച്വലി ഇതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ആണെങ്കിൽ 10, അതല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. നെക്സ്റ്റ് വൺ സോഷ്യൽ ആണ്. സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? ഞാനും എന്റെ കുട്ടികളും അല്ലെങ്കിൽ ഞാനും എന്റെ വീട്ടുകാരും എന്നുള്ള മാത്രമാണോ
സമൂഹത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവാറുണ്ടോ? അവിടെ നിങ്ങളുടെ റോള് നിങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് എവിടെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാല് ഇനി നമ്മൾ പണ്ടൊക്കെ ഈ ബാലരമയിലും കളിക്കുടുക്കയിലും ഒക്കെ കുത്തുകൾ തമ്മിൽ യോജിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? യെസ് മാം. യെസ്. അപ്പൊ ഈ കുത്തുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിക്കൂ. നിങ്ങളുടെ കുത്തുകൾ എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ 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 എങ്ങനെയാണോ അതിനനുസരിച്ച് വരക്കുക. ഓക്കെ, എങ്ങനെ വരയ്ക്കണ്ടേ മാം? കണ്ടില്ല? ഇല്ല. ഇതിലിപ്പോ നമ്മൾ ഇവിടെയൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് അതിനനുസരിച്ച്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങോട്ട് 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 ഇങ്ങനെ വരും. എങ്ങനെയാണോ നമ്മൾ കുത്തുകൾ ഇട്ട് കൊടുത്തത്, ലൈൻ ഇട്ട് കൊടുത്തത്, അതിൽ നിന്ന് അടുത്തയിലേക്ക് അതിനെ യെസ്, റാഷിപ്പാന്റെ എട്ടുകാലി പോലെ ആയിട്ടുണ്ട്. അടിപൊളി. അടുത്തത് എവിടെ? കാണിക്കൂ, കാണിക്കണോ? കാണിക്കോ, നോക്കട്ടെ. ഞാൻ യോജിപ്പിച്ചിട്ടില്ല മാം. ഇങ്ങനെ യോജിപ്പിക്ക്. നിന്റെ നംസീറയുടെ ലെവൽ എവിടെയാന്ന് കാണിച്ചില്ല. ഈ കുറെ ലൈൻ ഇട്ടിട്ടുണ്ട്. നംസീറ ഏതിലാ നിൽക്കുന്നത് കാണിച്ചോ? എത്ര ഉണ്ട്. പെർസെന്റേജിലാ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ലൈന് പെർസെന്റേജ് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ട്? കിട്ടുള്ളൂ. ആ, ഉണ്ട് ഉണ്ട്. ഓക്കെ, റൈറ്റ്. എന്ത് ഇങ്ങനെ കാണുന്നില്ലല്ലോ. വീണ ക്ലിയർ അല്ല ഇതെങ്ങനെ? ക്ലിയർ ഇല്ല, ബ്ലർ ആയിട്ട്. അത് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണോ? ബ്ലോഡ്. ഇങ്ങനെ യോജിപ്പിക്കണം എന്നറിയാത്തത് കൊണ്ട് അല്ലേ? ഏ യോജിപ്പിക്കണം എന്നുള്ളത് ധാരണ ഇല്ലല്ലോ. അപ്പൊ ഇട്ട കുത്തുകൾ മേലെയും താഴേക്ക് ആയിട്ടാണ്. അപ്പൊ യോജിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ട്. മേലെ താഴേക്ക് തന്നെ വരിക. അതിനെ അങ്ങ് മുട്ടിച്ചാ മതി. നമ്മളിപ്പോ എവിടെയാണോ അവിടെയാണോ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി അതിനെ അടുത്തതിലേക്ക് മുട്ടിക്കാന്ന് മാത്രം. ഓക്കെ, പെർസെന്റേജ് കറക്റ്റ് ആയിരിക്കുമല്ലോ. നമ്മളിപ്പോ ഒരു ലൈൻ എന്ന് പറയുന്നത് 10ലാണ്. അപ്പൊ അതില് നമ്മൾ എല്ലാ ലൈനും 10 അല്ല. അപ്പൊ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് അടുത്തതിലേക്ക് കണക്ട് ചെയ്യാം. ചെയ്തോ?
ഓക്കെ, റെഡി? ചെയ്തല്ലോ അല്ലെ? കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ വീല്, ഇതിലിപ്പോ നിങ്ങളുടെ ഹെൽത്ത് വീക്ക് ആണെന്ന് വിചാരിക്കാം. ഹെൽത്ത് വീക്ക് ആണ് എങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമോ? നിങ്ങൾക്ക് പണമുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ആരോഗ്യത്തിൽ നിങ്ങൾ ഒട്ടും സെറ്റ് അല്ല. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് സംഭവിക്കും? ആരോഗ്യം മെച്ചത്തിലല്ല എങ്കിൽ റിലേഷൻഷിപ്പിൽ അത് ബാധിക്കും, അല്ലെ? റിലേഷൻഷിപ്പിൽ എല്ലാം ബാധിക്കും, നന്നായിട്ട് മെന്റലി ബാധിക്കും. തീർച്ചയായും. ഇങ്ങനെ അത് മൊത്തത്തിൽ ഓരോ ഭാഗത്തെ ബാധിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഇനിയിപ്പോ നമുക്ക് നല്ല കരിയർ ഉണ്ട്, നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്, പക്ഷേ റിലേഷൻഷിപ്പിൽ ഭയങ്കര പോക്കാ. എല്ലാം കോട്ട് സൂട്ടൊക്കെ ഇട്ടിരിക്കും, പക്ഷെ കെട്ടിയോനായിട്ട് ഫുള്ള് അടിയാ. കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അല്ലെ? നമ്മള് ഒരു സന്തോഷം ഉണ്ടാവില്ല, ലൈഫ് മൊത്തം പോക്കായിരിക്കും. അപ്പോ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചിരിച്ചും കളിച്ചിരിക്കുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, വീട്ടിലുള്ളവരോടായിട്ട് വഴക്കാണ്, എല്ലാവരോടായിട്ടും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഹാപ്പിനെസ് എങ്ങനെ നമുക്ക് ഉണ്ടാവുക? ഉണ്ടാവൂല. ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇത് എല്ലാം ഒരേപോലെ ആ ഒരു വീട്ടിൽ നിന്ന് തലേ ദിവസം കിട്ടിയിട്ടുള്ള പിരിമുറുക്കം കൊണ്ടായിരിക്കും അടുത്ത ദിവസം മുന്നോട്ടേക്ക് പോകുന്നത്, അല്ലെ? നമ്മൾ എന്ത് സെഷനിലാണെങ്കിലും ഇപ്പൊ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു ദേഷ്യം, ഓഫീസിൽ പോവുകയാണെങ്കിലും വീണ കെട്ടിയോണ്ടായിട്ട് ഭയങ്കര വഴക്കാ. ആ വഴക്കിട്ടിട്ട് കരിയറിൽ ഇവിടെ പക്ക ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ആ സ്റ്റാഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട്, ബോസിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാഫാണ്, ഒക്കെയാണ്. പക്ഷെ ഹസ്ബൻഡുമായിട്ട് ഇവിടെ എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ സാധനം ഉണ്ടാവും, അല്ലെ? വർക്കിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, കാരണം അത് മെന്റലി നമ്മളെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പൊ വർക്കിൽ അത് 100% കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ബോസിന്റെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കും, അത് വീണ്ടും പ്രശ്നം. ഇങ്ങനെ 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 ആകെ ഒരു സുഖമില്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് പോവാം. അപ്പോ ഇതിനെയാണ് നമ്മൾ വീൽ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. എന്താണ് വീൽ ഓഫ് ലൈഫ്? ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ, ജസ്റ്റ് കാണുന്നുണ്ട്. ഓക്കെ. വീൽ ഓഫ് ലൈഫ്. ഓക്കെ, ഇതൊരു ചക്രം പോലെയാണ് നമ്മുടെ ലൈഫ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 8 ഭാഗങ്ങൾ. 1 കരിയർ, 2 റിലേഷൻഷിപ്പ്, 3 ഹെൽത്ത്. കണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഹെൽത്ത് അങ്ങ് പൊളിഞ്ഞു പോയി. സോഷ്യൽ, സ്പിരിച്വൽ, മെന്റൽ, ഇന്റലക്ച്വൽ, വെൽത്ത്. ഇങ്ങനെ 8 ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം പൊളിഞ്ഞ അവസ്ഥയാണെങ്കിൽ, നമ്മൾ ആ പൊളിഞ്ഞ ടയർ കണ്ടു, അതുപോലെ പൊളിഞ്ഞ ഒരു ചക്രമാണ് നമ്മളെ ലൈഫ് എങ്കിൽ കംപ്ലീറ്റ് സ്റ്റെക്ക് ആയിരിക്കും. എവിടെയും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യേണ്ടത്? അതാണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ വരച്ചു, ഓരോരുത്തരും അതിനെ മാച്ച് ചെയ്ത്. അപ്പൊ നിങ്ങളുടെ റൗണ്ട് കറക്റ്റ് ആണോ? റൗണ്ട് ആണോ? അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് പല ഭാഗങ്ങളിലാണ് പോയിട്ടുള്ളത്. അപ്പൊ അതിങ്ങനെ പോകുമ്പോ ഗട്ടറിൽ വീഴൂലേ? അതല്ലെങ്കിൽ പോവോ, ഉരുളുവോ? അല്ലെ? സ്റ്റെക്കായിരിക്കും. അതിനെ ഉരുട്ടി കൊണ്ടുപോകാൻ കുറച്ച് പണിയാ. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് റൗണ്ട് ആക്കി എടുക്കാം? അവിടെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. പ്രശ്നങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ആ കുറവിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നികത്താൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. എനിക്കൊരു കുറവില്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അയാള് വിഡ്ഢിയാണെന്നുള്ളതാണ് ചുരുക്കം. നമ്മളുടെ കുറവിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ നികത്താൻ വേണ്ടി തയ്യാറാവണം. എവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് കരിയറിൽ ഞാൻ ഓക്കെ ആയിട്ട് പോകുന്ന സമയത്ത് എന്റെ റിലേഷൻഷിപ്പിൽ ഞാൻ പക്ക വീക്കായിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, ഭയങ്കര തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. ഞാൻ മനസ്സിലാക്കി, ഇങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ ലൈഫിൽ സന്തോഷം എനിക്ക് ഉണ്ടാവില്ല. ദിവസവും ഞാന് കുട്ടികളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും, തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാല് മൊത്തം
നേരെ ഉൾട്ടാ അല്ലെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. അത് എന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഒരു വിങ്ങലാണ്. കാരണം ഒരു കാര്യം നമ്മളോട് ഒരാളോട് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ വേറൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഉള്ളിലൊരു കുത്തു കുത്തും. ആ കുത്ത് ഇങ്ങനെ കുത്തുമ്പോ ഒരു ഒന്നൊന്നര കുത്തായിരിക്കും. നമുക്ക് ഇങ്ങനെ പറയുന്നതിൽ ഒരു സുഖം കിട്ടില്ല. സത്യം. അതെ. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് വേണം പറയാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ റിലേഷൻഷിപ്പ് പക്ക പെർഫെക്റ്റ് ആക്കി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ അൽഹംദുലില്ലാ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് വന്നപ്പോഴാണ് എനിക്ക് ഫുൾ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും വന്നു തുടങ്ങിയത്. എത്ര എന്നെ നെഗറ്റീവ് അടിച്ച് എന്നെ ചവിട്ടി മെതിക്കാൻ നിന്നവർ വരെ ഇന്ന് എന്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മാറ്റം ഞാൻ വരുത്തിയത് എന്നിൽ മാത്രമാണ്. എവിടെയാ എന്റെ കുറവ് നോക്കിയിട്ട് ആ കുറവിനെ ഞാൻ നികത്താൻ നോക്കിയപ്പോഴാണ് അവിടെ ഇവരൊക്കെ എന്റെ കൂടെ നിന്ന്. അപ്പൊ നമ്മൾ എവിടെയാണ് വീക്ക് ആയിട്ടുള്ളത് ആ ഏരിയ നമ്മൾ കണ്ടെത്തുക. നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ നിങ്ങളുടെ വീൽ ഓഫ് ലൈഫിലേക്ക് ശ്രദ്ധിക്കുക. ആ വീല് എവിടേക്കാണ് ഇടിഞ്ഞു കിടക്കുന്നത്? ആ ഇടിഞ്ഞു കിടക്കുന്ന ഭാഗത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങളുടെ സ്പിരിച്വലിലേക്ക് എടുക്കുക. സ്പിരിച്വലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ എന്നും സ്വപ്നങ്ങളായിട്ട് തന്നെ നിൽക്കലാണ് പലപ്പോഴും പതിവ്. ആ സ്വപ്നങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ലക്ഷ്യങ്ങളാക്കി മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് റെഡിയാക്കാം. ഈ ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ പെറുക്കിടാൻ വേണ്ടി പറ്റും. അതേപോലെ ഒരു ബക്കറ്റ് നമ്മൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. ആ ബക്കറ്റിൽ നിങ്ങൾക്ക് എന്തും പെറുക്കിടാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 8 കാര്യങ്ങളിലൂടെ 8 തലങ്ങളിലൂടെ നിങ്ങളുടെ ലിസ്റ്റ് പോവണം. 8 തലങ്ങളിലും നിങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടാവണം, ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഒരു ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. ഒന്നാമത് സ്പിരിച്വൽ. ഈ സ്പിരിച്വൽ ബേസിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും? ബക്കറ്റ് ലിസ്റ്റ് എന്ന ടൈറ്റിൽ കൊടുക്കുക. 100 ഗോൾസ് നമ്മൾ അതിൽ എഴുതാൻ പോവാണ്. 100 ഗോൾസ്. ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ അതിൽ ഉൾപ്പെടാം. ആദ്യം സ്പിരിച്വലി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക? ഓരോ പേജ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് സ്പിരിച്വൽ എന്നിട്ട് ഒരു ടൈറ്റിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. 8 ടൈറ്റിൽ ഇട്ട് കൊടുക്കുക. ഈ 8 ടൈറ്റിലും ഇപ്പോ തൽക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന 1-2 കാര്യങ്ങൾ എഴുതുക. ബാക്കി നമുക്ക് നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്ന് ആലോചിച്ച് തന്നെ ചെയ്യാം. എന്താ രാശിപ്പ? സൗണ്ട് കേൾക്കുന്നില്ല. നമ്മുടെ സ്പിരിച്വൽ ഗോൾ എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ അങ്ങനെയുള്ളതാണ് വരുന്നത്. അല്ല അത് നമുക്ക് മെന്റലിയാ വരുന്നത്. മെന്റലാണ്. സ്പിരിച്വൽ ഗോൾ സ്പിരിച്വലിൽ നിങ്ങൾ എന്തൊക്കെ സേവനം, സർവീസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കൊടുക്കും? നിങ്ങൾ അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. നിങ്ങളുടെ ദൈവഭക്തി അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? പ്രെയർ ടൈം കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യും? പിന്നെ പുതിയതായിട്ടുള്ള നമുക്ക് എന്തെല്ലാം കാര്യങ്ങള് സ്പിരിച്വൽ ബുക്സുകളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടീമിനെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ കടന്നു പോകും. നെക്സ്റ്റ് ലെവലിലായിരിക്കും. ഇത് ഈ ഒരു വീൽ ഓഫ് ലൈഫിനെ ജസ്റ്റ് ബാലൻസ് ചെയ്യുന്ന രൂപത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഉള്ളിനെ ഹീൽ ചെയ്ത് റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലെവൽ 1ന്റെ ലക്ഷ്യം. ലെവൽ 2ലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ഈ വീൽ ഓഫ് ലൈഫ് എങ്ങനെ എവിടെ നികത്തണം, ആ നികത്തൽ കംപ്ലീറ്റ് ചെയ്ത് നികത്തിയിട്ട് നിങ്ങളെ വിഷൻ ബോർഡിലേക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്തുകൊണ്ട് ദൃശ്യവൽക്കരിച്ചുകൊണ്ട് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് കടന്നു പോകുന്നത്. ആ ലക്ഷ്യങ്ങളെ നമ്മൾ
സെറ്റ് ചെയ്തു വെച്ച കാര്യത്തിനെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് മാനിഫെസ്റ്റേഷൻ കോഡ് വെച്ചായിരിക്കും തേർഡ് ലെവൽ കടന്നു പോവാം. അപ്പോ ഇത് 3 കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് നിങ്ങളുടെ 100% നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുക. ഇപ്പോ റീപ്രോഗ്രാമിംഗ് ആണ് എന്ന് വെച്ചാൽ എവിടെയാണ് നമ്മളെ പ്രശ്നം കിടക്കുന്നത്, എവിടുന്നാണ് എന്റെ ഫോൾട്ട്, അതിനെ നികത്തുക എന്നുള്ളതാണ് ഈ ബേസ് ലെവൽ. അടിത്തറ ഒരുക്കുക. നിലമുഴുതെങ്കിലേ ബാക്കി നടക്കുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നിലമുഴുത്താണ് നടക്കാൻ പോകുന്നത്. അപ്പൊ സ്പിരിച്വലി നിങ്ങൾ 1-2 എഴുതാം, ബാക്കി അടുത്തതിലേക്ക് കിടക്കാം. നമുക്ക് മുഴുവൻ എഴുതാനുള്ള സമയം ഉണ്ടാവില്ല. നെക്സ്റ്റ് പേജിൽ എന്തെഴുതാം? റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോഴത്തെ നിങ്ങളുടെ പെർസെന്റേജ് എന്താണ്, ആ പെർസെന്റേജ് ബെറ്റർ ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ പാർട്ണറുമായിട്ട് നിങ്ങൾ എങ്ങനെ സംസാരിക്കും, നിങ്ങൾ എങ്ങനെ സമയം സ്പെൻഡ് ചെയ്യും, നിങ്ങളെ മക്കളെ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യും, നിങ്ങളുടെ ഫാമിലിയിലെ മറ്റുള്ള മെമ്പേഴ്സിനോട് നിങ്ങൾ എങ്ങനെ പെരുമാറും, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ, നൈബേഴ്സ്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അവരാരും ഇങ്ങോട്ട് എന്തൊക്കെ തരുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. ആ കൊടുക്കുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കാലങ്ങൾ കാത്തിരുന്നാൽ പോലും അത് ഭംഗിയായിട്ട് തിരിച്ചു കിട്ടും. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ലെവലിൽ നോക്കാം. കരിയറിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കരിയർ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും. പലരും കരിയർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ ഇവിടെ ഇരിക്കുന്നവരിൽ ഒട്ടുമിക്ക പേരും വീട്ടമ്മമാരാണ്. അപ്പൊ അവര് അന്ന് പഠിച്ച് കല്യാണം കഴിച്ചങ്ങ് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഒന്നും പഠിക്കാനോ പുതിയതായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോ ഇവരുടെ ബാക്കിയുള്ള ലെവലിലൊക്കെ ഇവര് ഹാപ്പി ആണെങ്കിലും കരിയർ ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാരും എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു സാധനം ഇവിടെ കിടന്ന് ഇങ്ങനെ കുത്തുന്നുണ്ടാവും. അപ്പൊ അത് നമ്മളെ റിലേഷൻഷിപ്പിലേക്കും എന്താ വിഷമ സത്യം സത്യം. മക്കളൊക്കെ വലിയ ഡോക്ടർമാരെ, കെട്ടിയവരാണെങ്കിൽ ഫുള്ള് ബിസിനസ് ലെവലിൽ അല്ലെ കറങ്ങി നടക്കുക, എന്നെ മാത്രം ഇവിടെ ഇരുത്തിയിട്ട് എന്നുള്ള ആലോചിക്കുക വിഷമം. പ്ലസ് വരെ പോകാൻ പറ്റിയിട്ടുള്ളൂ. ഇനി സമയമുണ്ട്. നിങ്ങള് മറ്റേ ആയിഷത്താനെ കേട്ടിട്ടില്ലേ? അവരൊക്കെ എന്തൊക്കെ എത്തി അല്ലെ? ആ ഒരു പ്രായം കഴിഞ്ഞിട്ടും അവരൊക്കെ ആ ഒരു മൈൻഡ് സെറ്റാ നമുക്ക് വേണം, നേടിയെടുക്കണം എന്നുള്ളൊരു അത് മൈൻഡ് സെറ്റ്. പറയുമ്പോ ഈ പ്രായത്തോ ചോദിക്കും. എന്താണ് വിഷമ? പ്രായം ഉണ്ടെന്ന് അത് പറയുമ്പോ മറ്റേ ഈ പ്രായത്തിൽ ഞാൻ പറഞ്ഞേ. ഉഷ മാം, ഞങ്ങളിപ്പോ ഡിഗ്രിയിൽ എഴുതുന്ന ഗ്രൂപ്പില് 75 വയസ്സായിട്ടുള്ള ഒരു ഏലിയസ് അച്ചായൻ ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പം. അത് അത്രയും ഫസ്റ്റ് ക്ലാസ്സോട് കൂടെയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ 75 വയസ്സിൽ ഇപ്പൊ അവർക്ക് ഡിഗ്രി എഴുതാനുള്ള ഒരു ആഗ്രഹവും അത് ഇത്രയും മാർക്കോട് കൂടെ വിജയിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ പ്രായം ഒരു തടസ്സമല്ല എന്നുള്ളതാണ്. പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എത്തിയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, പക്ഷെ മക്കള് സമ്മതിക്കുന്നില്ല. മക്കൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഉഷ മാം, മക്കളല്ല നമ്മള് ഡിസ്റ്റൻസ് ആയിട്ട് പോണ്ടല്ലോ, എക്സാമിന് മാത്രം പോകും. അപ്പൊ ഞാൻ എക്സാമിന് പോകുമ്പോ എത്രയോ വയസ്സായ ആൾക്കാരിന്റെ കൂടെ ഇരുന്നിട്ടാണ് എക്സാം എഴുതുക. അതൊരു രസാണ്. മക്കളുടെ പ്രശ്നം ഹസ്ബൻഡ് സമ്മതിക്കണില്ലേ. ഹസ്ബൻഡ് ഒക്കെ ബഷീർ സമ്മതിക്കും. നിങ്ങൾക്ക് മാമിന് അങ്ങനെ അറിയാം. ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം ബഷീർഖാന്റെ അടുത്ത്. അയ്യോ വേണ്ട ഇങ്ങനെ പോയിക്കോട്ടെ. അവസരങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. നമ്മൾ അതിനെ എങ്ങനെ മുന്നോട്ട് നീക്കണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. പലപ്പോഴും പല തടസ്സങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുമ്പോഴും ആ തടസ്സം നീക്കാനുള്ള ഒരു വഴിയും കൂടെ അവിടെ ഉണ്ടാവും. അല്ല, മാം പറഞ്ഞ പോലെ പഠിക്കാന്നുള്ള ഉദ്ദേശത്തോടെ വന്നത് പഠിച്ചു അടുക്കള വന്നു, വേറെ ഒന്നും പഠിച്ചില്ല. അതേ ഉണ്ടായി. ഇനിയും പഠിക്കാം. ഇപ്പൊ അന്നത്തേനേക്കാളും ഒരുപാട് ഫ്രീഡം നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോ കുട്ടികളൊക്കെ മറ്റേ പഠിച്ചിട്ട് കുട്ടികളൊക്കെ നല്ല നിലയിലെത്തി എന്നുള്ളതിൽ അഭിമാനിക്കാം. ഇനി മോനെ PG കിട്ടിയിരിക്കുന്നു പ്രാവശ്യം. PG എഴുതുന്നു. പിന്നെ PGക്ക് ഉണ്ട് മൂത്തന് MBBS വരെ. MBBS വരെ PG തന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. യെസ്, അവരങ്ങനെ ഉഷാറാണ്. മുന്നോട്ട് വരൂ, നമുക്ക് ഉഷാറാക്കാം. അപ്പോ
നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെയാണ് നമ്മൾ ആ കുറവ്. ഇപ്പൊ നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾ ഡൗൺ ആണെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിക്കാന്ന് വിചാരിച്ച ഒരൊറ്റ ഇറക്കുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകള് അവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് മോളുന്ന ചാൻസിൽ ഒരൊറ്റ ചാട്ടാ. അത് എന്ത് എന്നൊന്നും ആലോചിക്കൂല, കിട്ടിയ വള്ളിയിൽ പിടിച്ചങ്ങ് തൂങ്ങും. എന്നിട്ട് സംഭവിക്കാൻ പോകുന്നത് ആ കോഴ്സ് കഴിഞ്ഞോട് കൂടെ അത് അവിടെ ഇടും. ഉറപ്പാ. മുന്നോട്ടേക്കുള്ള ഒരു യാത്ര അവിടെ ഉണ്ടാവില്ല. കാരണം പിന്നെ അത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. കാരണം അത് അവരുടെ പാഷൻ ആയിരിക്കില്ല, അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള സാധനം ആയിരിക്കില്ല. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും എന്ത് പഠിക്കണം എന്ന് ആലോചിക്കുമ്പോൾ അത് എനിക്ക് മാച്ച് ആണോ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണോ, എന്റെ പാഷനുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം അത് സെലക്ട് ചെയ്യാം. അവിടെ ഒരാൾ പഠിക്കുന്നുണ്ട്, ഇവിടെ മറ്റേ കോഴ്സിന്റെ പരസ്യം കാണുന്നു, അവിടെ മറ്റേ കോഴ്സിന്റെ പരസ്യം കാണുന്നു, എല്ലാവരും പോയി തലയിടും. ഏത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേരും ഇവിടെയുണ്ട്. അതുകൊണ്ട് എന്ത് സെലക്ട് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എനിക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ആ ചെയ്യുന്ന കാര്യത്തില് ഒട്ടും ബോറടിക്കാതെ സമയം പോയി എന്ന് തോന്നാതെ നമ്മൾ ചെയ്യുന്ന കാര്യം ഏതാണ്, അതായിരിക്കും നിങ്ങളുടെ പാഷൻ. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ടൈം പോകുന്നത് നമ്മൾ അറിയില്ല. വീണ്ടും രസകരമായിട്ട് നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ പാഷൻ. ആ പാഷന് മാച്ച് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൽ ലൈഫ് ലോങ് ഹാപ്പിനെസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അഭിരുചി, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിനനുസരിച്ച് വേണം നമ്മൾ കരിയർ സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് വെൽത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ ഹാപ്പി ആണോ, കിട്ടുന്നത് തികയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേറൊരു കാര്യം, നമുക്ക് ഒരു 100 രൂപയാണ് കിട്ടുന്നത് എങ്കിൽ പോലും അതില് 2.5% എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി 2.5% ചാരിറ്റിയാണ്. അത് നമുക്ക് അവകാശപ്പെട്ടതല്ല. 100 രൂപയാണ് കയ്യിലുള്ളതെങ്കിൽ പോലും 2.5% നിങ്ങൾ അത് മാറ്റിവെച്ചിരിക്കണം, ചാരിറ്റി ഫണ്ടിലേക്ക് മാറ്റിവെച്ചിരിക്കണം. ആർക്കെങ്കിലും കൊടുത്തോ, ആവശ്യപ്പെട്ടവർക്ക്, അവകാശപ്പെട്ടവർക്ക് കൊടുത്തോ. ഇനി ചെറിയൊരു എമൗണ്ട് ആണെന്നെങ്കിൽ മാറ്റിവെച്ചോ, അടുത്ത തവണയും കൂടെ കിട്ടുമ്പോൾ അത് സ്വരുക്കൂട്ടിട്ട് നിങ്ങൾ കൊടുക്കുക. അങ്ങനെ അത് നമ്മൾ അതുകൊണ്ട് അങ്ങനെ ജയിച്ചു വേണത്, അങ്ങനെ ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെ ജയിച്ചു വേണത്. തീർച്ചയായിട്ടും അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ആ 2 നമ്മളത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും, അല്ലേ? സൂക്ഷിച്ച് വെക്കുമ്പോ ഒന്നും കിട്ടുന്നില്ല, കൊടുക്കുമ്പോ വേഗം കിട്ടും. അതാണ്, തീർച്ചയായിട്ടും മാം, അങ്ങനെ തന്നെയാണ് അത്. നമ്മൾ ഇല്ല 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 എന്ന് പാട്ടും പാടിയിട്ട് എടുത്തു വെക്കും. ആ പൈസ അങ്ങനെ ഇരിക്കുള്ളൂ. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപയായിട്ട് അങ്ങനെ ഇരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും, എടുത്തു വെച്ചാൽ കിട്ടും. യെസ്, അപ്പൊ അത് മറക്കരുത്. അത് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാം. 2.5% എന്നാണ് അതിന്റെ കണക്ക് പറയുന്നത്. ആ കണക്കെങ്കിലും നമ്മൾ കൊടുക്കാം. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതെങ്കിലും എന്നുള്ളത് മറക്കാതെ ചെയ്യാം. അതേപോലെ തന്നെ 100-ൽ 2.5% കൊടുക്കുമ്പോൾ ഒരു 10% എങ്കിലും നമ്മളിവിടെ സേവ് ചെയ്യണം. 10% എങ്കിലും സേവ് ചെയ്യണം. അത് എടുക്കരുത്. അതവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട് വെക്കുക. ബാക്കി പൈസ നമ്മൾ ചെലവാക്കിയാൽ മതി. ഇത് ഇല്ല എങ്കിൽ പല കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരും. ഇവിടെ ഈ സേവിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സേവിങ്സ് ആവാം. സ്വയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സേവ് ചെയ്ത് വെക്കുക. അതിലപ്പുറം ഒരു ക്യാഷ് ഇട്ട് നമുക്ക് അതിനെ കൂടുതൽ ഇൻകം ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫണ്ട് റൈസിങ്, അതൊരിക്കലും ഈ എന്താ പറയാ, ട്രേഡ് മാർക്കറ്റിംഗ് അങ്ങനെയൊന്നുമല്ല. ലീഗലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടാറ്റ പോലെയൊക്കെയുള്ള കമ്പനികളുടെ തന്നെ നല്ല ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് പഠിച്ച്, അതല്ലെങ്കിൽ അതിനെ കറക്റ്റ് അറിയുന്നവരിലേക്ക് മാത്രം കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ബാങ്ക് വഴിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ട്രൂ വേയില് അതിനെ നമുക്ക് ക്യാഷ് ആക്കി എടുക്കാം. ഓക്കെ, അത് കരുതി മറ്റുള്ളതിലൊന്നും കൊണ്ടുപോയിട്ടിട്ട് പൈസ കളയരുത്. അതുകൊണ്ടാ പറയുന്നത്, പ്രത്യേകം പഠിക്കണം. അത് ചെയ്യേണ്ടടുത്ത് മാത്രം ചെയ്യണം. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും നമ്മൾ മാറ്റിവെച്ച് ബാക്കി എക്സ്പെൻസ് ആക്കിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു.
അപ്പൊ അതിൽ നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെ എത്ര സേവ് ചെയ്യണം, എവിടെ കൊടുക്കണം, എങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ്, ഏതിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യം, കുറിയൊക്കെ കൂടാം അല്ലെ, ഇതൊക്കെ കൂടിയിട്ട് ആ എമൗണ്ടിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യണം, അതൊക്കെയാണ് അവിടെ ഇത് ബക്കറ്റ് ലിസ്റ്റിൽ ചെയ്തിട്ട്. ഇനി ഇതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. കാരണം ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനെ ലോങ് ടേം ആയിട്ട്, ഷോർട്ട് ടേം ആയിട്ട്, മിഡ് ടേം അല്ലെ, ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണം ഗോൾ സെറ്റ് ചെയ്യാൻ. അതിനെ കുറിച്ചൊക്കെ നമ്മൾ നെക്സ്റ്റ് ലെവലിൽ ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ പഠിക്കും. അത് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്, എവിടെ നിങ്ങൾ സേവ് ചെയ്യും, എത്ര രൂപ നിങ്ങൾ സേവ് ചെയ്യും, പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെൽത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ദെൻ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം അല്ലെ, ഇങ്ങനെയുള്ള നിങ്ങൾ വാക്കിംഗ് ചെയ്യാം. ഇതിലൊക്കെ നിങ്ങൾ എന്താ കാര്യങ്ങൾ, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. ഇങ്ങനെ അതിനുവേണ്ടി വീട്ടിൽ ഒരു ഗ്രോ ബാഗിലെങ്കിലും ഒരു പച്ചക്കറിയെങ്കിലും നമുക്ക് വച്ചുപിടിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബെസ്റ്റ്. എന്തെങ്കിലും ഒരു സാധനം, നമുക്ക് സ്ഥലമില്ല എന്നൊന്നും പറയരുത്. ഞാനൊക്കെ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിന്റെ ഉടായ്പകളൊന്നും പറയില്ല. എത്ര കുറച്ച് സ്ഥലത്താണെങ്കിൽ എത്രയും ഭംഗിയായിട്ട് നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ വീടിന്റെ ഫ്രണ്ടിലെ റോഡ് അത്യാവശ്യം വീതി കൂടിയ റോഡാണ്. ആ റോഡാണ് ഇപ്പൊ എന്റെ ഫ്രൂട്ട് ഫാം. അവിടെ 25-ലധികം പഴത്തൈകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ സീസണിൽ ഇഷ്ടം പോലെ ഡ്രാഗൺ ഫ്രൂട്ട്, സ്റ്റാർ ഫ്രൂട്ട്, മധുരാമ്പഴങ്ങ, പിന്നെ ചിക്കു, ഇപ്പൊ ദാ അബിയു കായ്ച്ചിട്ടുണ്ട്, പിന്നെ കോവല്, വഴുതന, ചീരച്ചേമ്പ്, ഇങ്ങനെ കുറെ പച്ചക്കറികളും അത്യാവശ്യ സാധനങ്ങളൊക്കെ എനിക്ക് അവിടെ ഉണ്ട്. അത് റോഡ് സൈഡിലാണെന്ന് ആലോചിക്കണം. പക്ഷെ ഈ വഴിക്ക് വരരുത് കേട്ടോ. അപ്പോ ഞാൻ പൊക്കും. ഒരു ദിവസം പൊക്കും. ഇവിടെ പഞ്ചായത്തില് ആളുകളൊക്കെ വരുമ്പോ പറയും, റോഡാ നീ കയ്യേറിയിക്കണെന്ന് പറയും. ഞാൻ പറയും നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, ഞാനത് പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, ആർക്കും വേണമെങ്കിൽ എടുക്കാന്ന് പറയും. അപ്പോ അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കും എന്നുള്ളതാണ് ഞാൻ എന്ന് പറഞ്ഞു തന്നത്. എത്ര കുറച്ച് സ്ഥലമാണെങ്കിലും നമുക്ക് അതിന് സ്ഥലം കണ്ടെത്താൻ പറ്റും. ഒരു കവറ് മതി അല്ലെ, ഒരു ചാക്ക് മതി, എല്ലാം ഉണ്ടാക്കിയെടുക്കാം സാധനങ്ങളൊക്കെ സെറ്റ്. അപ്പൊ അത് നിങ്ങൾ ഒരു തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കുക. ഒരു തൈയെങ്കിലും വെച്ച് പിടിപ്പിച്ച് ഫോട്ടോ ഗ്രൂപ്പിൽ ഇടണേ. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരു ഫോട്ടോ ഗ്രൂപ്പിൽ ഇടാൻ മറക്കരുത്. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇടായിരുന്നു. ഇപ്പൊ പറ്റില്ല. ടെറസിന് മുകളില് ഞാൻ ഇതുപോലെ ഒരുപാട് പച്ചക്കറികൾ ഓർഗാനിക് ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ഇതുകളൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഒന്നും പറ്റുന്നില്ല. ഇവിടെ പിന്നെ അവിടെ ഒരു പഴുത്തത് കവറിലൊന്നും വെക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. ഇല്ല മാം, ഇവിടെ വെറും റൂം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ ഓക്കെ, ഒന്നിനും പറ്റൂല. ആയിക്കോട്ടെ. അപ്പൊ നാട്ടിൽ ചെന്നിട്ട് ഭംഗിയായിട്ട് ഉണ്ടാക്കാം. ഇൻഷാ അല്ലാ. ദെൻ മെന്റൽ മെന്റലി ഇന്റലക്ച്വലി, മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ മെഡിറ്റേഷൻ ആവാം. പുതിയൊരു ബുക്ക്, പുസ്തക വായന ശീലമുള്ളവർ എത്ര പേരുണ്ട്? ആദ്യം വായിക്കും, ബുക്ക് വായിക്കില്ല. ഇല്ല, ഭയങ്കര ഇഷ്ടമാണ് മാം ബുക്ക് വായിക്കുന്നത്. വായിക്കാറുണ്ട്. ഓക്കെ, ഇടക്ക് വായിക്കലുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആക്കാറുണ്ടോ റാഷിഫ? കംപ്ലീറ്റ് ആക്കല്ല. ഓക്കെ, മോസി വായിക്കാറുണ്ടോ? എവിടെ പോയി ആള്? ഓക്കെ, അപ്പൊ പുസ്തക വായന ശീലാക്കുക. ഞാൻ ഈ ബുക്ക് വായന തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബുക്ക് വാങ്ങിയിട്ട് പകുതിയാക്കും, അവിടെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാ, പിന്നെ മറ്റു തിരക്കിൽ അങ്ങനെ പോകും. അപ്പൊ എനിക്ക് വായിക്കണം എന്ന് ഇഷ്ടമുണ്ട്, പക്ഷെ അതിലേക്ക് സമയം കൊണ്ട് കണ്ടെത്താൻ എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല. അതൊരു ശീലാക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു പണി ഈ വോയിസ് റെക്കോർഡിംഗ് ആണ്. ഞാന് ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് ആദ്യം വേറൊരു ഗ്രൂപ്പിലായിരുന്നു ഷെയർ ചെയ്തിരുന്നത്, പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ. പിന്നീട് നമ്മൾ ഫ്ലൈഗ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിലൂടെ വോയിസ് ഷെയർ ചെയ്ത് വന്നപ്പോ ഡെയിലി ഇത് എനിക്കൊരു പണിയാണല്ലോ, ഞാൻ അവിടെ ചെയ്യണമല്ലോ, എന്നെ കാത്ത അവിടെ ആൾക്കാരുണ്ടല്ലോ, അതിനുവേണ്ടി ഞാനിത് ചെയ്തേ പറ്റൂ. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തപ്പോ അതെനിക്കൊരു ശീലമായി. ഇപ്പൊ എനിക്ക് രാവിലെ പുസ്തകം വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ബുക്ക് വായിച്ചേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ വിചാരിച്ച കാര്യമൊക്കെ നടക്കും എന്നുള്ളതാണ്. ഞാൻ അത്രയും മടിച്ചിയായി ഞാൻ ഇങ്ങനെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയണത്. നമുക്ക് നടക്കും, നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി.
ദെൻ സോഷ്യലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും? മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ നിങ്ങൾക്ക് ബുക്ക് റീഡിംഗ് ആവാം, പുതിയ ക്ലാസ്സുകൾ കേൾക്കലാകാം, മെഡിറ്റേഷൻ ആവാം. ഇങ്ങനെ നമ്മുടെ ബുദ്ധി വികാസത്തിന്, മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ട്, വികാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ. ദെൻ സോഷ്യൽ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഗോളിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതും ഒക്കെ നിങ്ങളുടെ ഗോളിൽ ഉൾപ്പെടുത്താം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഫോണ്, ലാപ്പ്, എന്തൊക്കെ വാങ്ങാനുള്ളത്, അതൊക്കെ, പുതിയ വണ്ടി വാങ്ങണോ, ഒക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു 100 ഗോൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു ബക്കറ്റ് ലിസ്റ്റ് നിങ്ങൾ റെഡിയാക്കിയിട്ട് സെറ്റാക്കി വെക്കാം. ഓക്കെ. എന്നിട്ട് 100 ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് മാർക്ക് ഇട്ടിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കണം. ഓക്കെ. ഫോട്ടോ ഇടണ്ട, ലിസ്റ്റ് ഇടണമെന്നില്ല. 100 ലിസ്റ്റ് കംപ്ലീറ്റഡ്, ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് മാർക്ക് ഇട്ട് ഇട്ടാം. റെഡി? യെസ്. ഓക്കെ. എന്താ വിശ്വനാഥ? നോക്കട്ടെ. നോക്കട്ടെ എന്നല്ല, നോക്കണം ഉറപ്പായിട്ടും നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുന്നത് ഒരു സംശയം നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അത് പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അവിടെ നമുക്ക് മടി എന്ന് പറയുന്ന ഒരു സാധനം, ഒഴിവ് കഴിവുകൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. എന്റെ ഒരു സാറുണ്ടായിരുന്നു, സാറിന്റെ അടുത്ത് ഒരിക്കലും ഞാൻ ശ്രമിക്കാന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. ചെയ്യൂലേ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വായ പൊട്ടിക്കൊന്നു ഒരൊറ്റ വാക്കാതെ അതാ പറയാനുള്ള. അപ്പൊ ചെയ്യൂലേ, യെസ്, അത് മതി. ഓക്കെ. അപ്പൊ ലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഹാപ്പിനെസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോളേജ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെ? നമ്മുടെ നോളേജ്, അറിവിനെ ഇംപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യുക, നമ്മളെ ഹാബിറ്റിനെ ഇംപ്രൂവ് ചെയ്യുക. ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക, ആക്ഷൻ എടുക്കുക. ആക്ഷൻ പ്ലാന് മാത്രം മതിയോ? അത് ആക്ഷൻ ആക്കണ്ടേ? വർക്ക് ചെയ്യണം, അല്ലെ? പ്ലാനൊക്കെ നമ്മൾ റെഡിയാക്കും, ഞാൻ ഇത് ചെയ്യും റെഡിയാക്കും. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് മടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ റാഷിപ്പ പ്ലാനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പ്ലാൻ വെച്ചോണ്ടിരുന്നാ പോരാ, വർക്ക് ചെയ്യണം. റെഡി? അപ്പോ എവിടേക്കാണ് നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്തെടുക്കണം, കൂടെ നമ്മുടെ സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യുക, പിന്നെ നമ്മുടെ ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് വെക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം കൊണ്ടുവന്നു. വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ടോ? കുളിച്ചോ? രാവിലെ കുളിച്ചോ? ഓക്കെ. യെസ്. ഓക്കെ. നൻസിറ, പുലർച്ചെ കുളിച്ചോ? നൻസിറ ഉറങ്ങുന്നത് ആ സമയത്താന്ന് തോന്നുന്നുണ്ട്. മാം, എനിക്ക് ഉറങ്ങണ സമയത്ത് എനിക്ക് ക്ലാസ് ഉണ്ട് എന്നുള്ളത് അറിയാം മാം. പക്ഷെ ലൈറ്റ് ഇടാൻ യാതൊരുവിധ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിന് കയറാത്തത്. ഇന്നലെ ഞാൻ ശ്രമിച്ചു, മിനിഞ്ഞാന്നും ശ്രമിച്ചു. ഞാൻ മാം അടിക്കുന്നൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഇവിടെ 2 മുറി മാത്രമേ ഉള്ളൂ, ഒരു ഹോളൊന്നുമില്ല. അപ്പൊ ഒന്നില് മോനും കിടക്കുകയാണ്, ഒന്നില് ഞാനും ഹസ്ബൻഡും മോളും കിടക്കുകയാണ്. രണ്ടിടത്തും എനിക്ക് ലൈറ്റ് ഇടാൻ യാതൊരുവിധ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് പെട്ടുപോവാണ് ആ ഒരു ആക്കിയിട്ടിരുന്നോ? സമയത്ത്. കുഴപ്പമില്ല, ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തിട്ട് വീഡിയോ ഓഫ് ആക്കിയിട്ടിരുന്നു കേട്ടോ. ഓക്കെ. അപ്പം കുളിക്കുന്ന ശീലം മസ്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇനി എക്സസൈസ് ആണ്. എന്തെങ്കിലും ഒരു വാമപ്പ്, എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള എക്സസൈസ്. മുന്നേ ഗ്രൂപ്പിലേക്ക് സുംബ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സുംബ ചെയ്യാം, യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം. അതല്ലെങ്കിൽ ജിമ്മിന് പോകാൻ പറ്റുമെങ്കിൽ ജിമ്മിന് പോവാം, ചെറിയൊരു വർക്കൗട്ട് ആവുക, എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മളെ ബോഡിക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും പറ്റുന്നില്ല, ഫുള്ള് തിരക്കാണെന്നുണ്ടെങ്കിൽ വീടിന്റെ ചുറ്റിനെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് പ്രകൃതി തൊട്ടിറങ്ങി നടക്കുക, ചെരുപ്പൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചെങ്കിലും നടക്കുക. ഏതാണ്? ചെടികളൊക്കെ കുഴിച്ചിടുന്ന ഇഷ്ടമാണ്, ഗാർഡൻ ഇഷ്ടമാണ്. ഓക്കെ. അത് നല്ല കൈക്കോട്ട് എടുത്തിട്ട് അങ്ങ് കളച്ചിട്ട് അങ്ങ് മറിക്കും. കളക്കാനുള്ള സ്ഥലമൊന്നുമില്ല, ചട്ടിയിലൊക്കെ കുഴിച്ചിട്ട്. ഓക്കെ. നല്ല അതിന്റെ പരിസരത്ത് കൂടെ കുറച്ച് സമയം നടക്കാം, അതിനൊക്കെ തൊട്ട് തലോടിക്കൊണ്ടൊരു നടത്താവട്ടെ. നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് വിചാരിച്ച് നടക്കണം കേട്ടോ, ബോഡിക്ക് ഒരു എനർജി കിട്ടാനാന്ന് വിചാരിച്ച് നടക്കണം. ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യുക. താങ്ക് യു. ദെൻ
എങ്ങനെ നമ്മളെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാം. ഞാൻ സ്റ്റോൺ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇന്ന് മോർണിംഗിൽ. എടുത്തോ? ആ ബുഷ്ര എടുത്തു. വേറെ ആരും എടുത്തേ? ആഷിഫ് ഇന്ന് രാവിലെ കയറിയിട്ടില്ല. ടീന എടുത്തു. മൂസി എടുത്തോ? സ്റ്റോൺ എടുത്തോ? സ്റ്റോൺ കല്ല് പെറുക്കാൻ പറഞ്ഞിരുന്നില്ല ഇല്ല രാവിലെ. ഒരു സ്റ്റോണ് കല്ല് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. നാട്ടില് കല്ലൊന്നും ഇല്ലേ? കല്ലുണ്ട്, ഞാനൊന്ന് പറക്കാറുണ്ട്. പുറത്തിറങ്ങിയിട്ടില്ല. അതാണ്, പ്രകൃതിയോട് ഇണങ്ങാതിരുന്നാൽ നിങ്ങൾ അലൈൻമെന്റിലാവൂല മക്കളെ. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ വേഗത്തിൽ നടക്കണമെങ്കിൽ പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആവണം കുറെയൊക്കെ. അപ്പൊ ഈ സ്റ്റോൺ എടുക്കാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല് നാളെ രാവിലെ തന്നെ പെറുക്കിക്കോ. നല്ല ഭംഗിയുള്ള ഒരു സുന്ദരമായ ഒരു കല്ല് നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുക. അതിനെ കഴുകി വൃത്തിയാക്കി നിങ്ങൾ അതിനെ, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ആണത്. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ. ആ സ്റ്റോണ് പുറത്തു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബാഗിലോ വാലറ്റിലോ ഇടുക. വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ പില്ലോന്റെ സൈഡിൽ എവിടെയെങ്കിലും വെക്കുക. എപ്പോഴും നിങ്ങളെ കൈ അതിലേമേ എപ്പോ തട്ടുന്നുവോ ആ തട്ടുന്ന സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ബാഗിലൊക്കെ ആണെങ്കിൽ കൈ ആ ബാഗിൽ തട്ടുന്ന സമയത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്. എന്തിന്? നമുക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ ആലോചിച്ചുകൊണ്ട് അൽഹംദുലില്ലാ, അല്ലെങ്കിൽ നന്ദി, താങ്ക് യു, ഇങ്ങനെ നമ്മൾ പറയാം. അപ്പൊ എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് പില്ലോയുടെ സൈഡിലൊക്കെ എപ്പോഴും വെക്കുക. വെച്ചിട്ട് അത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ അത് കയ്യിലെടുത്തിട്ട് കുറേ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക, എന്നിട്ട് വെക്കുക. റെഡി? അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഇത് നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് അത് ആഗ്രഹങ്ങൾ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിലും മനഃപൂർവ്വം കയ്യിലെടുത്തിട്ട് മീൻസ് ഇപ്പൊ ചെയ്യാം. അത് എടുക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള എടുക്കാം. ഇന്റൻഷനോടുകൂടി ചെയ്യാൻ പറ്റുമല്ലോ. യെസ്. നമ്മള് ഇപ്പൊ ഈ കല്ല് അല്ലെങ്കിൽ ഈ കൊന്തയൊക്കെ അല്ലേ നിങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആ തസ്ബീ മാലയൊക്കെ ആ അതിന്റെയൊക്കെ ചെറിയത് ഉണ്ടാക്കിയാലും മതി. ഒരു 10 ഒക്കെ ഉള്ള ചെറുതായിട്ട് നമ്മൾ കീപ്പ് ചെയ്താലും മതി. കയ്യിൽ പിടിക്കാൻ പറ്റുന്നത്, വലിയതല്ല. എപ്പോഴും നമ്മളെ കയ്യിൽ കരുതാൻ പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കരുതിയാലും മതി. അപ്പൊ ഇതിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് നമുക്ക് എന്ത് സങ്കടമുള്ള സമയത്ത് ഈ സാധനം എടുക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലേക്ക് വരും. പെട്ടെന്ന് ആ ഒരു അത് സംഭവം NLP പറയുന്ന ഒരു ടൂളാണ് ആങ്കറിങ് ചെയ്യാന്ന് പറയും. നമ്മുടെ സന്തോഷത്തിനെ ആങ്കറിങ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഒന്ന് ജസ്റ്റ് കണ്ണെടുക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാം. കണ്ണടച്ചോ, ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആലോചിക്കുക. നിങ്ങളെ കയ്യില് വലത് കൈയോ ഇടത് കൈയോ എടുക്കാം. ഏതെങ്കിലും ഒരു കൈയില് ഒരു വിരൽ കൊണ്ട് നിങ്ങൾക്ക് തൊടാൻ പറ്റുന്ന ഒരു ഭാഗം, എന്ന് വെച്ചാൽ നിങ്ങളെ തള്ളവിരൽ കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് തൊടാം. ഒന്ന് കണ്ണ് തുറന്ന് ജസ്റ്റ് നോക്കിക്കോ. ഇപ്പോ ഞാൻ എന്റെ തള്ളവിരൽ വെച്ചിട്ട് എനിക്ക് ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് ടച്ച് ചെയ്യാം അല്ലെ? ഇവിടെയൊക്കെ എനിക്ക് പെട്ടെന്ന് ടച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ എവിടെയൊക്കെ എനിക്ക് ഇങ്ങനെ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ഇവിടെ ടച്ച് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രയാസമാണ് അല്ലെ? കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ പ്രയാസം. അപ്പൊ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം സെലക്ട് ചെയ്യാം. കിട്ടിയോ? സംഗതി മനസ്സിലായോ? ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എടുക്കാം. റെഡി? ഇനി ആ ഭാഗത്ത് നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചോ. എവിടെയാന്ന് വെച്ചാൽ ആ ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ കൈ പിടിക്കുക, പ്രസ് ചെയ്ത് പിടിക്കുക. ഞാൻ കാണിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഞാൻ ഇവിടെയാ പിടിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു. നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ പിടിക്കാം, ഇവിടെ പിടിക്കാം, എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിടിക്കാം. പക്ഷെ നിങ്ങൾക്ക് സിംപ്ലി ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ആരെ കാണാതെ എവിടെ നിന്നാണെങ്കിലും ആളുകളുടെ ഇടയിൽ നിന്നാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആവണം എന്ന് മാത്രം. പിടിച്ചല്ലോ? യെസ്. ഇനി കണ്ണടക്ക്. കണ്ണടച്ച് ആ ഹാപ്പിനെസ്സിനെ കംപ്ലീറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ആ ഒരു നിമിഷം, അതിൽ നിങ്ങളെ ഏറ്റവും മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത്. മറക്കാനാവാത്ത, എപ്പോഴും ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു നിമിഷം.
മുഴുവനായിട്ട് ആ സംഭവത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. വളരെ സന്തോഷത്തോടെ നിങ്ങൾ അതിനെ ആസ്വദിക്കുക. എത്രമാത്രം നിങ്ങൾ ഫീൽ ചെയ്തിരുന്നോ, ഹാപ്പി ആയിരുന്നോ ആ ഒരു ദിവസം, ആ ഒരു നിമിഷം, ആ ഹാപ്പിനെസ്സിനെ മുഴുവനായിട്ടും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് കണക്ട് ചെയ്യാം. ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ വിരലില് നിങ്ങൾ ഇപ്പൊ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സന്തോഷം മുഴുവനായിട്ട് നിങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണു തുറക്കാം. റാഷിപ്പ ഡെയിലി മെഡിറ്റേഷനിൽ കയറണം കേട്ടോ. കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ, മസ്റ്റ് ആണ്. അത് ആ 10 മിനിറ്റ് ഫോക്കസ് ചെയ്തിട്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യണം. യെസ്. ഇനിയിപ്പോ കൈയൊക്കെ അവിടെ നിന്ന് വിട്ട് ഫ്രീ ആയിട്ട്. ഇന്ന് രാവിലെ എന്താ കഴിച്ച ബുഷ്ര മാം? ദോശ. ദോശ. വീന എന്താ കഴിച്ചേ? ഒക്കെ ദോശ തരാം. നൻസീർ എന്താ കഴിച്ചേ? മാം ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നിങ്ങൾ രാവിലെ ഉറങ്ങുന്ന ആൾക്കാര് മൊത്തം തല തിരിഞ്ഞ. ഹസ്ബൻഡ് ഈ ടൈമിലാ ജോലി കഴിഞ്ഞു വരിക? അവര് 12 മണിക്കേ രാത്രി വരുള്ളൂ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുമ്പത്തിന് 2:30 എന്തായാലും ആവും. പിന്നെ എണീക്കുമ്പോ ഇപ്പൊ മോൾക്ക് ക്ലാസ് ഉണ്ടാവുമ്പോ ഒരു ഉച്ചയ്ക്ക് 10:30 10:45 എണീക്കുക. അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് വല്ല ചായ എന്തെങ്കിലും ബ്രെഡോ എന്തെങ്കിലും അത്രമാത്രം. യാ. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആ ടച്ച് ചെയ്ത ഭാഗത്ത് ഒന്ന് തൊട്ടെ. നിങ്ങൾ നേരത്തെ എവിടെയാണോ ടച്ച് ചെയ്തത് അതേ ഭാഗത്ത് തൊടും. എന്താ വരുന്നേ വീന? സന്തോഷം. ആ ഹാപ്പിനെസ് വന്നോ? ആ സാധനം മനസ്സിലേക്ക് full ആയിട്ട് വരുന്നുണ്ടോ? നൻസിറ? തീർച്ചയായിട്ടും മാം ഓക്കെ. വരുന്നുണ്ട്. റാഷിഫ? നല്ല സന്തോഷമുണ്ട്, ഭയങ്കര സമാധാനം. സത്യമായിട്ട് പറയണം കേട്ടോ റാഷിഫ. നീ എന്നെ സുഖിപ്പിക്കാൻ പറയരുതേ. അല്ല, ഇല്ല തന്നെ പറയുന്നത്. ഓക്കെ. ബുഷ്ര മാം? അവിടെ തൊടുമ്പോ നമ്മൾ ആ കണ്ണുകളിൽ വന്നത് ഇങ്ങനെ വരുന്നുണ്ട്. തൊടുമ്പോ നമ്മൾ ഇതുവരെ അനുഭവിച്ചത് ഇങ്ങനെ ആ വരുന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ വരുന്നു. ഓക്കെ. ഇത്രയും ഇനി ഇത് നിങ്ങള് നാളെ ഒന്ന് തൊട്ട് നോക്കൂ. ഇടക്കിടക്ക് ടച്ച് ചെയ്യണം കേട്ടോ. ഇടക്കിടക്ക് ടച്ച് ചെയ്യണം. എപ്പോഴാണെങ്കിലും നിങ്ങൾ അതിനൊന്ന് തൊട്ടുണർത്തുക. ഇല്ലേ, നമ്മള് പരിചയമുള്ള ഒരാളെ കുറെ കാലം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോ അത്ര ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇടക്കിടക്ക് ഇയാളൊന്ന് ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഈ ഹാപ്പിനെസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ ടച്ച് ചെയ്താൽ ഈ ഹാപ്പിനെസ് നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരും. അപ്പൊ നിങ്ങൾക്ക് ആ സങ്കടം മറികടക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഓക്കെ. എപ്പോഴും ഇതാണ് NLP-യിൽ ഇതിനെ കൊളാപ്സൽ ആങ്കറിംഗ് എന്ന് പറയും. ഇതേ പൊസിഷനിൽ ഇപ്പൊ നിങ്ങൾ എവിടെയാണോ ടച്ച് ചെയ്തത് അവിടെ തന്നെ ഇനിയും നിങ്ങൾക്ക് സന്തോഷങ്ങൾ സംഭവിച്ച കാര്യങ്ങളുണ്ടാവും, ഇനിയും ഹാപ്പിനെസ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവും. അതിനൊക്കെ ഇതേപോലെ ഇവിടെ പിടിക്കുക. എവിടെയാണോ നിങ്ങൾ ടച്ച് ചെയ്ത് അവിടെ പിടിക്കുക. സന്തോഷത്തിന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ പുതിയ പുതിയ ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് ആലോചിച്ചുകൊണ്ടേയിരിക്കുക. അവിടെയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ ഹാപ്പിനെസിനെ ഒരേ ഭാഗത്ത് ആങ്കർ ചെയ്ത് വെക്കുക എന്നാ പറയാം. അങ്ങനെ ആങ്കർ ചെയ്ത് വെക്കുന്നതിലൂടെ ഏത് സങ്കടമുള്ള സിറ്റുവേഷനിലാണെങ്കിലും ഈ ഹാപ്പിനെസ് അവിടെ ഓടിയെത്തും. അവിടെ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. നിങ്ങൾ ഒരാൾ വഴക്ക് പറയാന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങൾ ഇവിടെ പ്രസ് ചെയ്തോ, ആ ഹാപ്പിനെസ് ഓർമ്മ വരും. പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതിനെ ഇടക്കിടക്ക് ഉണർത്തണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ അതിനെ മറന്നു പോകരുത്. അപ്പൊ ഇടക്ക് ഇതിനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി കുറെ ഇപ്പൊ ഞാന്
കുറച്ചായിട്ട് മറന്നു പോയിരുന്നു അത് ചെയ്യാനായിട്ടോ. ഇപ്പോ ഇന്നലെ ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ച സമയത്താണ് ഞാൻ വെറുതെ ഇവിടെ ടച്ച് ചെയ്ത്, ഞാൻ ഇവിടെയാണ് ആങ്കർ ചെയ്ത് വെച്ചിരുന്നത്, അവിടെ ടച്ച് ചെയ്തപ്പോ ഞാൻ അന്ന് ഒരു എന്റെ ഫസ്റ്റ് കൗൺസിലിങ്ങിന് എനിക്കൊരു കുട്ടി വന്നതാ. ആ കുട്ടിക്ക് സക്സസ് ആയിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റിയപ്പോൾ ഉണ്ടായ ഒരു ഹാപ്പിനെസ്സിനെ ഞാൻ ഇവിടെ ആങ്കർ ചെയ്ത് വെച്ചിരുന്നു. ആ സാധനം കംപ്ലീറ്റ് ആ കുട്ടിയുടെ മുഖം ഉൾപ്പെടെ അത് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തി എന്നുള്ളതാണ്. വർഷങ്ങൾ ഒരുപാടായി, പക്ഷെ ആ സാധനം ഇപ്പോഴും പെട്ടെന്ന് അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്നുപോയി, ആ കാര്യം വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടിയെത്തി എന്നുള്ള. അപ്പൊ ഭയങ്കര പവർഫുൾ ആണത്. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് യൂസ് ആക്കാം. ഞാൻ ഇത് നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് ദേഷ്യം, ഞാൻ പറഞ്ഞല്ലോ എന്റെ ലൈഫിൽ എനിക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ ആങ്കറിങ്ങിലൂടെയാണ് എന്റെ ലൈഫിനെ കുറെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇതിനെ ഞാൻ ഇങ്ങനെ റിക്കവർ എപ്പോഴും എപ്പോഴും ഞാൻ റീകോൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ കൊളാപ്സൽ ആങ്കറിങ്ങിന്റെ തന്നെ മറ്റൊരു വേർഷൻ ഉണ്ട്, ആങ്കറിങ് മെത്തേഡ്. ഈ ആങ്കറിങ് ചെയ്യുമ്പോൾ നമുക്കത് ലൈവായിട്ട് ചെയ്യണം, ഒരിക്കലും ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല. ഈ ലൈവായിട്ട് ഇത് ചെയ്തതിലൂടെ എന്റെ ഉള്ളിലുണ്ടായിരുന്ന വലിയൊരു ട്രോമ എനിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയത് എന്റെ ഈ ആങ്കറിങ് മെത്തേഡ് ലൈവായിട്ട് എനിക്ക് ചെയ്തപ്പോഴാണ്. ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്റെ സിറ്റുവേഷൻ, എന്റെ ഫാമിലി, എന്റെ ഫാദറിന്റെ ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് ഞാൻ എപ്പോഴും കരയുമായിരുന്നു. ആരെന്ത് എന്നോട് പറയുമ്പോൾ എനിക്ക് ആദ്യം സങ്കടം വരും. കാര്യം പറയുന്നതിന് മുന്നേ ഞാൻ കരച്ചിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനെ എനിക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റിയത് ഈ ആങ്കറിങ് ചെയ്തപ്പോഴാണ്. അത് ലൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഓൺലൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോ ലൈവ് ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ ആങ്കറിങ് എന്ന് അതെ പറയുമ്പോൾ ഇത് NLP ഇതേപോലെ കോഴ്സിലെ. NLP ചെയ്യുക. ഓക്കെ ഓക്കെ. അത് നമുക്ക് ഓൺലൈനില്ല, ഓഫ്ലൈൻ ആയിട്ട് തന്നെ ചെയ്യണം. അതുപോലെ ഒരുപാട് ഹീലിംഗ് ഉണ്ട് നമ്മളെ ലൈഫിൽ. നമുക്ക് സംഭവിച്ച ഒരുപാട് കാര്യങ്ങളെ ഹീൽ ചെയ്ത് മാറ്റി, നംസീറയ്ക്ക് ഉള്ളിലൊക്കെ റാഷിപ്പയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഹീൽ ചെയ്ത് മാറ്റാനുണ്ട്. അതിനെ ഹീൽ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ അതിങ്ങനെ പിടിച്ച് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് ഹീലിംഗ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഓഫ്ലൈനിലായിട്ടാണ് ലൈവായിട്ട് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ. ചിലത് നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം, ചിലത് ചില കേസിൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ നടക്കോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അത് ഹീൽ ചെയ്ത് മാറ്റണം. നമ്മൾ ഇടയ്ക്കൊക്കെ ഹീലിംഗിലേക്ക് മുന്നോട്ട് പോകണം നമ്മൾ. അപ്പോഴാണ് ഉള്ളിൽ നിന്നുള്ള ട്രോമാസ് മാറിപ്പോവാം. യെസ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഈ ഹാപ്പിനെസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് റീകോൾ ചെയ്യാം. അപ്പോ നമുക്ക് ഏതൊരു കാര്യത്തിലും മാറ്റങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്തെടുക്കാം. ഒന്ന് പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഫസ്റ്റ് വൺ, വീൽ ഓഫ് ലൈഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. വീൽ ഓഫ് ലൈഫ് എത്ര തലങ്ങളിലൂടെയാണ് പോയത്? 8 തലങ്ങളിലൂടെ. 8 തലങ്ങൾ. ഈ 8 ലെവല് ഏതൊക്കെയാണ്? മെന്റല്, ഇന്റലക്ച്വല്, വെൽത്ത്, ഹെൽത്ത്, ഓക്കെ. ഈ 8 ലെവലും ബാലൻസ് ചെയ്യുമ്പോഴാണ് ലൈഫ് എന്ന ചക്രം സ്മൂത്ത് ആയിട്ട് ഉരുളുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ചാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ബക്കറ്റ് ലിസ്റ്റ് നിങ്ങൾ അടുത്ത ദിവസം കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ വെച്ച കാര്യം, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ അറിവിനെ ഇംപ്രൂവ് ചെയ്യണം, നമ്മുടെ സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യണം, ഹാബിറ്റ് ചേഞ്ച് ചെയ്യണം, ആക്ഷൻ പ്ലാൻ റെഡിയാക്കണം, ആക്ഷൻ എടുക്കണം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ലൈഫിൽ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു ഹാപ്പിനെസ് ആങ്കറിങ്, കൊളാപ്സൽ ആങ്കറിങ് ചെയ്തു. കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്ലാന്റ് ബോട്ടിലിൽ വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിന്റെ കാര്യം കൂടെ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ, ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരൊറ്റ വ്യക്തിയെ പോലും നമുക്ക് ഒരു കാര്യം പുതിയതായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് ആ ഉള്ള കാര്യത്തിനെ തൊട്ടുണർത്തുക, അല്ലെങ്കിൽ അതിനെ കണ്ടെത്താൻ മാത്രമേ നമുക്ക്, അതിനെ സഹായിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ എന്നാണ് ഗലീലി പറഞ്ഞിട്ടുള്ളത്. എന്താണ്? നമുക്ക് ആളുകളെ ഒന്നും പുതിയതായിട്ട് പഠിപ്പിക്കാൻ സാധിക്കില്ല, അവരുടെ ഉള്ളിൽ ഉള്ളതിനെ കണ്ടെത്താൻ സഹായിക്കാൻ മാത്രമേ കഴിയൂ. ഗലീലി. ഇത് നമ്മൾ ഒരു തവണ കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ.
പുതിയതായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ എല്ലാം ഉണ്ട്. എല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടോ അവിടെ ബ്ലോക്ക് ആയിട്ട് തടസ്സമായിട്ട് നിൽക്കുകയാണ്. അത് എന്താണോ ആ തടസ്സം അതിനെ റിമൂവ് ചെയ്ത് റീപ്രോഗ്രാമിംഗ് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബ്ലോക്സിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ഹീൽ ചെയ്ത് നിങ്ങൾക്ക് ഒരു സമാധാനം സന്തോഷമുള്ള ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മസ്റ്റ് ആയിട്ട് അതിന് നിങ്ങൾ ആക്ഷൻ പ്ലാൻ വിത്ത് ആക്ഷൻ എടുത്തേ മതിയാകൂ. ആക്ഷൻ എടുത്തേ മതിയാകൂ. പഠിച്ചത് കൊണ്ടോ എഴുതി വെച്ചത് കൊണ്ടോ കാര്യമില്ല. അത് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഫീഡ്ബാക്ക് പറയാം. ഇന്നത്തെ സെഷന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടോട്ടലി നമുക്ക് നമ്മളെ കുറിച്ച് ഒരു റിയലൈസേഷൻ സാധിച്ചു. കാരണം എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട്, സ്പിരിച്വലി എത്രത്തോളം നമുക്ക് ഗ്രോത്ത് ഉണ്ട്, എല്ലാ ഇതിലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റി. എവിടൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, എല്ലാ കാര്യങ്ങളും ഒന്ന്. കാരണം നമ്മൾ അതൊന്നും ചിന്തിക്കത്തില്ല. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്ത് എന്റെ സ്പിരിച്വൽ ഒക്കെ എത്രയുണ്ട്. ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ, യോഗ, ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകളെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇൻഡിവിജ്വലി വിലയിരുത്തിയപ്പം എന്റെ സ്പിരിച്വൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിനായിട്ട് ഇങ്ങനെ അത്രയും ടൈം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. എന്നാൽ എപ്പോഴും പ്രാർത്ഥന മനസ്സിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റി. കുറെ കാര്യങ്ങൾ പുതിയ അറിവുകളായിട്ട് പഠിക്കാൻ പറ്റി. താങ്ക് യു മോദി. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താ പറയാ, നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വീണ്ടും ഓർമ്മിച്ചെടുക്കാൻ പറ്റി. എത്രത്തോളം നമ്മളെ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മള് പഠിച്ചവനോട് എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓർത്തിട്ടുണ്ട് എന്നുള്ളതും, നമുക്ക് എത്രത്തോളം കോൺഫിഡന്റോടുകൂടെ നമ്മൾ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ദിവസം അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കത് അത്ര അറിയില്ല. പക്ഷെ ഒരാഴ്ച മുഴുവനും നമ്മൾ ഒരുമിച്ചെടുത്ത് ഓർത്തെടുത്ത് നമുക്ക് ഒരു റിവൈൻഡ് നമുക്കറിയാലോ നമ്മൾ ഒരാഴ്ച എങ്ങനെയാണെന്നുള്ളത്. അതൊന്നും കൂടെ ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലുള്ള ഈ 8 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങളിലും നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആണ്, ഓരോ ഭാഗത്തും നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോൾ നമ്മള് മൊത്തത്തില് കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. നമുക്ക് ഒരിക്കലും ഇപ്പൊ ഇതുവരെ ഞാനിപ്പോ ഇതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഓരോ തലത്തിലും എത്ര പെർസെന്റേജ് ഓക്കെ ആണെന്നുള്ളത് ഇപ്പൊ ഈ ഒരു എന്താ പറയാ ലൈഫ് വീൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ അതിലേറെ സന്തോഷം എന്ന് പറയുന്നത് മാമിന്റെ ഈ ആങ്കറിങ് എന്നുള്ള മെത്തേഡ് വിരൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മൂമെന്റ് ആണെന്നുണ്ടെങ്കിലും അത് ഓർത്തെടുത്ത് അത് വല്ലാതെ ഫീൽ ചെയ്ത് എന്താ പറയാ സന്തോഷം കൊണ്ട് കണ്ണ് നിറയാന്ന് പറയില്ലേ, അത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് വന്നൊരു നിമിഷം അത് കിട്ടി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് പറയൂ. നമ്മൾക്ക് സ്വയം നമ്മളിലേക്കൊരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവും. നമ്മള് ഇങ്ങനെ ഓരോരോ ലെവലിൽ ഇങ്ങനെ പോവാണ്. ഇപ്പൊ എന്തൊക്കെയാണ്, എവിടേക്കാണ് കുറവുകൾ, എവിടേക്കാണ് നമ്മൾ തിരുത്തേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഉൾനോട്ടം കിട്ടി ഇന്നത്തെ സെഷനിൽ. പിന്നെ കൂടുതൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. എല്ലായിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയായിരുന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു. ഒന്നുകൂടെ ഇരുന്ന് ഇന്നത്തെ ക്ലാസ് ഒന്നും കൂടി ഒന്ന് ഉണ്ടാക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബുഷ്ര മാം. എന്താ പറയാ, വീലിന് ഡോട്ട് ഫില്ല് ചെയ്തപ്പോഴാണ് എവിടെയാണ് ബ്ലോക്ക് എന്ന് മനസ്സിലായത്. ഇപ്പൊ ക്ലിയർ എവിടെയാണെന്നുള്ളത് മനസ്സിലായി. ഞാൻ നികത്ത പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാമിന്റെ ക്ലാസ്സിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. വേറെ ക്ലാസ്സുകളൊക്കെ വിട്ടുവരും. ലൈവായിട്ടിൽ മാത്രമേ ഉള്ളൂ, ഏതൊക്കെ കേൾക്കുന്നേ ഉള്ളൂ. ഒരുപാട് പ്രൊഫഷനിലൊക്കെ പിടിച്ചിടാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും എടുത്തിട്ടില്ല. എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ചില കാര്യങ്ങൾ നോ എന്ന് പറയാൻ ചില സ്ഥലത്ത് പറ്റണില്ല. അതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ് വരുന്നത്. തീർച്ചയായിട്ടും അതേ ഉണ്ടാവുള്ളൂ. അസർട്ടീവ് ആയിരിക്കണം. നമ്മൾ നോ പറയേണ്ടത് നോ പറയണം.
അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡേ. എവിടെ നോ ചില പറയണം. ഭാഗത്ത് എന്റെ ഒരു വാക്കിന്റെ ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ, പക്ഷെ ഞാൻ മിണ്ടാണ്ടിരിക്കും. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അപ്പോഴേക്കും നഷ്ടം സംഭവിക്കേണ്ടത് സംഭവിച്ചിട്ടുണ്ടാവും. അതാണ് ഇടക്ക് വരാറ്. അത് ചേഞ്ച് അത് ചില ചെയ്യേണ്ട ഭാഗത്ത് കാര്യങ്ങളൂടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ചില ഭാഗത്ത് നല്ല നഷ്ടം സംഭവിക്കും. ചില ഭാഗത്ത് നല്ല നഷ്ടം സംഭവിക്കും ചില ആ സമയത്ത്. ആ യെസ് യെസ് ഒരു അതുണ്ട്. വാക്കിന്റെ എന്റെ കൂടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങള് ട്യൂഷൻ സെന്റർ സ്ഥാപനം നടത്തിയിരുന്നത്. ആള് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, നഴ്സിംഗ് ആണ് ഉണ്ടായിരുന്നത്. നഴ്സിംഗിൽ അവന് പുറത്തു പോകണം നല്ല ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മേധാവി അവനെ സമ്മതിച്ചിരുന്നില്ല. അവനെ ഇവിടെ കിടന്ന് നരകിക്കും എല്ലാത്തിനും. നോ എന്ന് പറയുന്ന ഒരു വാക്ക് ആ കുട്ടി പറയില്ലായിരുന്നു. എന്ത് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം, ആള് റെഡിയാ ഫുൾ ടൈം. പക്ഷെ 33 വയസ്സായി ഇപ്പൊ അവന്. അവന്റെ ലൈഫ് എന്ന് പറഞ്ഞത് ഇതിന്റെ പുറകെ മാത്രം കടിഞ്ഞാണിട്ടങ്ങ് വെച്ചു എന്ന് പറയാം. വേറെ ഒന്നുമില്ലാത്ത പോലെ കണ്ടായി. ഞാൻ ഇപ്പൊ അടുത്തും കൂടെ ആളെ കണ്ടു പറഞ്ഞു, ഇനി ഒരു തവണ പോലും നോ പറയാതെ ഇരുന്നോട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. ഞങ്ങളൊക്കെ അവിടെ നിന്ന് മാറി, പക്ഷെ ആൾ അതിൽ ലോക്കായി പോയി, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അത് അതാണ് സംഭവിക്കാൻ. അത് ലൈഫിൽ അങ്ങനെ വരുമ്പോ ഭയങ്കര പ്രശ്നം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മെല്ലെ മെല്ലെ അത് പ്രാക്ടീസ് ചെയ്ത് അതിന് റിമൂവ് ആവാൻ വേണ്ടി നോക്കണം, റിക്കവർ ആവണം. തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തൊക്കെ എടുക്കാൻ പറ്റുന്നില്ല, അതാണ് ഭയങ്കര പ്രശ്നം. ഇൻഷാല്ലാ നമുക്ക് ആൾക്കാർ അതിനെക്കുറിച്ച് പരിപാടി കൂടുതലായിട്ട് കഴിഞ്ഞിട്ട് പഠിക്കാം. ആലോചിക്കും. പിന്നെ ആലോചിക്കും. മുന്നിൽ ചെയ്യേണ്ടത് പിന്നിലേ വരുള്ളൂ, അങ്ങനെ പ്രശ്നമില്ല. ഇപ്പൊ വീട് ഡോട്ട് പൂർത്തിയാക്കിയപ്പോ മനസ്സിലായി അതിന്റെ റൗണ്ട് കണ്ടപ്പോ. നോക്കുക എവിടെയാണ് ആ കുറവ്, അതിനെന്തൊക്കെ നമ്മൾ ചെയ്യും. നമ്മളെ കുറിച്ച് തന്നെ നിങ്ങൾ ഉള്ളിലേക്ക് ആലോചിക്കുക കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് എന്ന് പറയുമ്പോ ഒരൊറ്റ കാര്യം റാഷിപ്പ പോയല്ലേ നമ്മൾ കേൾക്കണമായിരുന്നു. അപ്പൊ എനിക്ക് എന്ന് പറയുമ്പോ അവിടെ ഫാമിലിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല, കൂടെ ഉള്ളവരെ ഒഴിവാക്കിയിട്ടുള്ള കാര്യമല്ല. ഒരുമിച്ച് നിർത്താൻ വേണ്ടി എന്ത് ഇന്നത്തെ ചെയ്യണം ക്ലാസ്സിൽ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ ഞാൻ മച്ച്. കരുതാത്ത ഒരുപാട് കാര്യങ്ങൾ, ഞാൻ തീരെ ആലോചിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴാ ബോധം വന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. ശരി. താങ്ക് യു. യെസ് ഡിയേഴ്സ്, അപ്പം സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യണം. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ലൈവായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എനിക്ക് കിട്ടിയ എന്റെ അറിവ് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാൻ റെഡിയാണ്. എനിക്ക് നിങ്ങളിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ട് കാണിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെറുതെ ഒരു സെഷനിലൂടെ മാമിന് കഴിഞ്ഞു ഒരു കാര്യം പോകുന്നതല്ല. അറിയാം, ഒരു കാര്യം അടുത്ത ഫസ്റ്റത്തെ ക്ലാസ്സില് എന്നെ കണ്ടിട്ടേ ഉണ്ടാവില്ല, ഒരു വട്ടം കണ്ടിട്ടുണ്ടാവുള്ളൂ. അതെ അതെ അപ്പൊ എനിക്ക് എത്ര വിളിച്ചാലും ഉണ്ടാവും, ഞാൻ ആളുണ്ടാവും, പക്ഷെ പുറത്തേക്ക് വരില്ല. അങ്ങനെ ഇപ്പൊ അങ്ങനെ ഇതൊക്കെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഇതൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇനി ശരിയോ, അടുത്ത ലെവലിലേക്കൊക്കെ നമ്മൾ കിടക്കുമ്പോ പുഷ്പമ്മ പുറത്ത് വരും, സെറ്റാവും. മക്കൾക്കൊക്കെ ഇത് അഭിമാനത്തോടെ പറയാൻ പറ്റും, എന്റെ ഉമ്മ അല്ലെ ഇതാണ് എന്ന് അഭിമാനത്തോടെ അവര് പറയുന്ന രൂപത്തിലേക്ക് തന്നെ മാറും. അത് ഹസ്ബൻഡിന് മാമനാറില്ലേ, ഭയങ്കര വിലക്ക്, അങ്ങനെ അങ്ങനെ വന്നു പോയതാ. എങ്ങനെ ആദ്യം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ആ ഫസ്റ്റ് വരുന്ന സമയത്ത് എല്ലാവരും പുറത്തായിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതിങ്ങനെ ഉള്ളിലാക്കി ഞാൻ ഉള്ളിൽ പോയി, പിന്നെ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. ഇൻഷാല്ലാ ശരിയാക്കാം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇതൊന്നും കൂടെ നേരത്തെ നിൽക്കുക. രാവിലെയൊക്കെ എന്താ വിഷമം? അല്ല, എപ്പോഴെങ്കിലും മക്കളെ കാണുമ്പോ പറഞ്ഞു പോകരുതാണ്. എപ്പോഴെങ്കിലും മറ്റയാളെ കാണുമ്പോഴേ, ഹസ്ബൻഡിനെ കാണുമ്പോ പറഞ്ഞു പോകരുതേ പറയാം. ഓക്കെ, ആരെയോ പറഞ്ഞു പോവരുത് എന്നാ പറഞ്ഞേ. പറഞ്ഞു ആ പോകരുതേ. ഓക്കെ, തീർച്ചയായിട്ടും. നിങ്ങള് അല്ല, നമുക്കതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിൽ ഈ മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നവർ മാറും, അത്രേ ഉള്ളൂ. ഞാൻ അതാണ് ചിന്തിക്കുന്നത്. ആരോടത്തും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് പല വഴി നോക്കിയതാ പറഞ്ഞു നന്നാക്കാൻ, നടക്കൂല, വെറുതെയാണ്. അതുകൊണ്ട് പ്രത്യേക കാര്യമില്ല. സ്വഭാവം. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ പരിചയപ്പെട്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഏകദേശം
മാം പരിചയപ്പെട്ടല്ലേ? ആ ബഷീർ മാം, സാർ ബുഷ്ര മാമിന്റെ അത്രേ പരിചയമില്ല ആളെ. ഇല്ലേ? ഞങ്ങൾ അന്ന് സെഷനിൽ കണ്ടിട്ടുള്ള പരിചയം 2 തവണ. നിങ്ങൾ എനിക്ക് കണക്ട് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഭാര്യയൊന്നല്ല, ഏതോ ഒരാളെ എനിക്ക് തന്നതാണ്, അത്രേ ഉള്ളൂ. സർപ്രൈസ് ആയിട്ട് എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങളെ ഭാര്യയൊന്നും അറിയില്ലായിരുന്നു. അല്ല അത് ശരി. പിന്നെ മറ്റാളൊന്നല്ല കൊടുത്തത്. ഞാനൊരു ഗസ്റ്റിനെ ഹസ്ബൻഡിന്റെ തരുന്നുണ്ടെന്ന് അടുത്ത് പറഞ്ഞു, നമ്പർ ഓക്കെ എടുത്തത്. എന്ന് പറഞ്ഞു. ഗസ്റ്റ് താങ്കളാന്നുള്ള എനിക്കറിയില്ലായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതാണ് ലൈവില് രാവിലെ ഒക്കെ പറ്റുമെങ്കിൽ നല്ല ഉറപ്പായിട്ടും രാവിലെ 5 മണിക്ക് ഷാർപ്പ് 5 AM ലൈവിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക, വിത്ത് വീഡിയോ. നമ്മൾ പറഞ്ഞ ഞാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെയ്തിട്ട് പക്ഷെ ഞങ്ങൾ വരും. 20 വിചാരിച്ചു. 5:20 20 അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പുറത്തായതുകൊണ്ടും ഒക്കെ അങ്ങനെ സംഭവിച്ചതാണ്. 5 to 5:20. എനിക്ക് 5:30 5:45 ആകുമ്പോഴേക്ക് സെഷൻ ഉണ്ട് വേറെ. അപ്പൊ എനിക്ക് 5:20 ആകുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് വിത്ത് പ്രെയർ കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് സെഷനിലേക്ക് കയറാനേ. ഓക്കെ. അപ്പം 5 to 5:20 ഷാർപ്പ്. അത് ആരെങ്കിലും എണീക്കാനൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ വിളിക്കാട്ടോ. പരസ്പരം ഒന്ന് കോൾ ചെയ്യുക, അല്ലാതെ നമ്പർ ഇതൊന്ന് സേവ് ചെയ്ത് വെക്കുക, ഇത് കോൾ ചെയ്യാം. എന്നെ ആണെങ്കിലും ഒന്ന് വിളിച്ച് കോൾ ചെയ്യുകയൊക്കെ ചെയ്യാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, മനുഷ്യരാണ്, എല്ലാം സംഭവിക്കാം. അപ്പൊ ഒന്ന് ഉണർത്തി ആക്റ്റീവാക്കി 5 മണിക്ക് നമുക്ക് സെഷനിൽ കയറണം. ഓക്കെ. ഫുൾ പവറായിട്ട് മുന്നോട്ട് പോവാം. നിങ്ങൾ കൂടെ നിൽക്കുമെങ്കിൽ ഞാൻ ഫുൾ സപ്പോർട്ടിൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നുകൊണ്ട് നിങ്ങളെ കൂടെ ഉണ്ടാവാം. ഇൻഷാല്ലാ. ഓക്കെ. ഇറ്റ്സ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം.